അതെ. അപ്പം പരിചയപ്പെടുത്തിയ പോലെ തന്നെ എൻ്റെ പേര് മെർലി, മെർലി ബിജി. എടപ്പള്ളിയിലാണ്, എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. 8 വർഷത്തോളമായി ആർ സി എമ്മിനെ അറിഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഉള്ള സമയത്ത് ആർ സി എമ്മിൽ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നു, മറ്റുള്ളവരിലോട്ട് അറിയിക്കുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് പേൾ എന്നുള്ള ഒരു പൊസിഷനിൽ ദൈവം അനുഗ്രഹിച്ച് എത്താൻ പറ്റി. ആർ സി എം പറഞ്ഞു തന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മളുടെ നോബിൾ സാറാണ്. വലിയ സന്തോഷമായിരുന്നു. നോബിൾ സാറ് എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ നോബിൾ സാറിൽ നിന്നാണ് ആർ സി എം ഞങ്ങൾക്ക് കിട്ടിയത്. അത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു ടീമായിട്ട് രാജൻ സാറിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ നല്ലൊരു ടീമായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ കേരള റോസസ് എന്നുള്ളത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ്. ഈ ഒരു ആശയം മനസ്സിൽ വന്നത് നമ്മളുടെ സിസ്ലി മാഡത്തിനാണ്. അതിനുശേഷം അതിനെ വളരെ സീരിയസ് ആയിട്ട് അഖില മാഡവും എല്ലാവരും വളരെ നല്ല സീരിയസ് ആയിട്ട് അത് ഏറ്റെടുക്കുകയും വളരെ നല്ല രീതിയിൽ കേരള റോസസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം. അതിലൂടെ നമുക്ക് സ്ത്രീകൾക്ക് ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിലോട്ട് എത്താനും ഒപ്പം തന്നെ ആർ സി എമ്മിൽ നല്ലൊരു ഗ്രോത്ത് കിട്ടാനുമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ആദ്യം നന്ദി പറയാണ്. അപ്പൊ ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന വിഷയം ന്യൂട്രി ചാർജ് വുമൺ ആണ്. ഒത്തിരിയേറെ ക്ലാസ്സുകൾ നമ്മൾ ന്യൂട്രി ചാർജ് വുമൺ കേട്ടിട്ടുണ്ട്. നമ്മൾ അത് ദിവസവും കഴിക്കുന്നുണ്ട്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് ന്യൂട്രി ചാർജ് വുമൺ. അപ്പൊ അതേപ്പറ്റി ഇന്നും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ബോറടിക്കോ ഇല്ല. കാരണം എന്നാണ് ബോറടിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിലല്ല. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി നമ്മൾ എത്ര വേണമെന്നാൽ കേൾക്കുമല്ലോ. അതാണല്ലോ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു കാര്യം. എത്ര വേണമെന്ന വാചാലമായിട്ട് സംസാരിക്കുകയും ചെയ്യും ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യത്തെ പറ്റി കേൾക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇഷ്ടത്തോടു കൂടി ന്യൂട്രി ചാർജ് വുമൺ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടത്തോടു കൂടി നമുക്ക് ഈ 1 മണിക്കൂർ നമുക്ക് ന്യൂട്രി ചാർജ് വുമണിനെ പറ്റി പരസ്പരം പറഞ്ഞും കേട്ടും അറിഞ്ഞും പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാനൊരു ചെറിയ പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാനതൊന്ന് ഷെയർ ചെയ്യാണ്. വിസിബിൾ ആണോ മാഡം? ആയി വരുന്നേ ഉള്ളേ. ഏഹ്, യെസ്. ആണാണ്. ഓക്കെ ഓക്കെ ആയിട്ടുണ്ടേ. ഓക്കെ, താങ്ക് യു. അത്യാവശ്യം സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. കാണാം മാഡം, കാണാം. ക്ലിയർ ആണ്, ഓക്കെ. കുഴപ്പമില്ല. അപ്പൊ നമ്മള് ന്യൂട്രി ചാർജ് വുമണിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് ന്യൂട്രി ചാർജ് വുമൺ. ഒത്തിരിയേറെ ന്യൂട്രീഷണൽ സപ്ലിമെന്റിനെ പറ്റി നമുക്കറിയാം. അപ്പൊ അതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള നമ്മുടെ ബാഗിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ബാഗിൽ എപ്പോഴും കൂടെയുള്ള ഒരു നല്ലൊരു നമ്മളുടെ ഒരു കളി കൂട്ടുകാരിയാണ് നമ്മളുടെ ന്യൂട്രി ചാർജ് വുമൺ. അപ്പൊ അതിനെ പറ്റി പഠിക്കുമ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ഒരു ബേസിക് ഒരു കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മയിലോട്ട് കൊണ്ടുവരണം. ന്യൂട്രീഷൻ എന്തിനാണ്? എന്താണ് ന്യൂട്രീഷൻ? എന്താണ് പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം? നമ്മൾക്ക് എന്തിനാണ് അത്? പ്രഗ്നൻസി സ്റ്റേജിൽ തുടങ്ങി ചൈൽഡ് ബർത്ത്, അതായത് കുട്ടി ഉണ്ടാവുന്ന സമയം തുടങ്ങി, അതായത് പ്രഗ്നൻസി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ ജന്മം കൊള്ളുകയാണ്, അതിനുശേഷം അയാൾ ഭൂമിയിലേക്ക് ജനിക്കുകയാണ്. അപ്പോൾ അമ്മ, കുഞ്ഞ്, ഈ ഒരു സമയങ്ങളിലെല്ലാം കൃത്യമായ പോഷകങ്ങൾ ഉള്ളിൽ ചെല്ലണം. അതുപോലെ തന്നെ ആ കുഞ്ഞ് വളർന്ന് വലുതാവുന്ന ഓരോ സ്റ്റേജിലും കൃത്യമായ പോഷകങ്ങൾ ചെല്ലണം. അതുപോലെ നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി അയാളിൽ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഈ നല്ല രീതിയിലുള്ള പോഷകങ്ങൾ നമ്മൾ കഴിക്കണം. അതുപോലെ തന്നെ ഈ പോഷകങ്ങൾ നല്ല രോഗപ്രതിരോധ ശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ പകർച്ചവ്യാധികൾ നമ്മളെ ആക്രമിച്ചേക്കാം. ഒപ്പം അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമാണ് പകർച്ചവ്യാധികൾ അല്ലാത്ത അസുഖങ്ങളും. പ്രത്യേകിച്ച് നമുക്കറിയാം, അത് നമുക്കിപ്പോൾ പറയുമ്പോൾ അറിയാം, ഹാർട്ട് അറ്റാക്ക് വരിക, അല്ലെങ്കിൽ ഷുഗർ വന്നതിന് ശേഷം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വരിക, ക്യാൻസർ വരിക, ഇങ്ങനത്തെ കുറെ ഇഷ്യൂസിലേക്ക് കൃത്യമായ പോഷകങ്ങൾ, ന്യൂട്രീഷൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഈ ലാസ്റ്റിലത്തെ പോയിന്റ് ആണ് എല്ലാ മനുഷ്യരും കൊതിയോടെ ആലോചിക്കുന്ന ഒരു കാര്യം. ആയുസ്സും ആരോഗ്യവും ഉള്ള ഒരു ജീവിതമായിരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന.
എസ്പെഷ്യലി ഒരു പ്രായമായ ആളുകളുടെ പ്രാർത്ഥനയിൽ ഇത് പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാം. എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒപ്പം ആരോഗ്യകരമായിട്ട് എന്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്ന അത്രയും നാളെ എനിക്ക് കിട്ടണേ ദൈവമേ ഈശ്വര എന്നുള്ളൊരു പ്രാർത്ഥന പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആരോഗ്യം ഇപ്പൊ ഇച്ചിരി മുന്നേ ശ്രീതു മാഡം നല്ല രീതിയിൽ എല്ലാവരെയും വെൽക്കം ചെയ്തപ്പോൾ ആദ്യം തന്നെ TCGയെ പറ്റി പ്രാർത്ഥിച്ചത്, TCGക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, ആയുസ്സും ആരോഗ്യവും കൊടുക്കണേ എന്നുള്ളത്. അപ്പൊ ഇതിനെല്ലാം വേണ്ട ഒരു കാര്യമാണ് കൃത്യമായ പോഷകങ്ങൾ കൃത്യമായ അളവിൽ കൃത്യമായ വേളയിൽ ചെല്ലുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തില്. അപ്പോൾ അതിന്റെ ഒരു ഫുഡ് പിരമിഡ് ഒക്കെ ഞാൻ വെറുതെ ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് ശരാശരി വേണ്ട ഒരു എത്രത്തോളം അളവ് വേണം എന്നൊക്കെ ഉള്ളത് വെറുതെ ഞാനൊരു ഫുഡ് പിരമിഡ് എടുത്തിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് പഠിച്ചെടുക്കേണ്ടതില്ലെങ്കിൽ പോലും ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടത്. ഓക്കെ, ദെൻ ഇത് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു 10 ടൈപ്പ് ഫുഡ് ഗ്രൂപ്പ്, അതായത് ഭക്ഷണങ്ങളുടെ പല ഗ്രൂപ്പുകൾ, ഒരു 10 ടൈപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ 10 ടൈപ്പില് ദിവസവും മിനിമം ഈ 10 എണ്ണത്തിൽ നിന്ന് 5 തുടങ്ങി 7 വരെ ഫുഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ഫുഡ് നമ്മൾ മിനിമം കഴിച്ചിട്ടുണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ ഡെയിലി ഫുഡില് അവനോൻ തന്നെ ഒന്ന് നെഞ്ചിൽ കൈവച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിനകത്ത് ഇന്ന് ഞാൻ കഴിച്ച ഫുഡില് ഈ 10 ടൈപ്പ് ഫുഡില് എത്ര ടൈപ്പ് എൻ്റെ ഉള്ളിൽ ചെയ്യും? അത് മില്ലറ്റ്സ്, സീരിയൽസ് ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്. പൾസസ്, വെജിറ്റബിൾസ്, അല്ലെങ്കിൽ നട്ട്സ്, ഓയിൽ സീഡ്സ്, ഓയിൽ ആൻഡ് ഫാറ്റ്, അതുപോലെ തന്നെ ഇലക്കറികള്, പഴങ്ങള്, അതുപോലെ പാലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് പാല് അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ മോര്, അതുപോലെ തന്നെ ബീട്രൂട്ട് പോലത്തെ സാധനങ്ങൾ, പിന്നെ ഫിഷ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ നെയ്യ്, ഫാറ്റ് ഇല്ലാത്ത ഇറച്ചി, അല്ലെങ്കിൽ സ്പൈസസ് ആൻഡ് ഹെർബ്സ്, അതായത് മഞ്ഞള്, ഇഞ്ചി, ഇങ്ങനെ ഓരോ സാധനങ്ങള്. ഈ ഒരു 10 ടേബിളിൽ ഈ കാണുന്ന 10 എണ്ണത്തില് എത്ര ടൈപ്പ് എൻ്റെ ഉള്ളിൽ ചെന്നു? പറ്റുന്നവർ ഇവിടെ കമന്റ് ചെയ്തോളൂ. കാരണം മറ്റുള്ളവർക്ക് അതൊരു മാതൃകാപരമായിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിന്ന് പറയാൻ പറ്റും, ഞാൻ ഇതിനകത്ത് ഒരു 5 ടൈപ്പ് പോലും ഞാനിന്ന് കഴിച്ചിട്ടില്ല. എന്റെ പ്ലേറ്റ് എങ്ങനെയായിരിക്കണം, ഒരു ദിവസം ഞാൻ കഴിക്കേണ്ട പ്ലേറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഫോട്ടോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണോ ഞാൻ ഫുഡ് ദിവസവും കഴിക്കുന്ന? അവനവൻ ചിന്തിക്കുക. നമ്മളെല്ലാവരും RCM മെമ്പേഴ്സ് ആണ്. ആരോഗ്യമാണ് നമ്മൾ ആദ്യമേ ലക്ഷ്യം വെക്കുന്നത്. പ്രൈമറി ഒബ്ജക്റ്റീവില് ഫസ്റ്റ് വരുന്നത് തന്നെ ആരോഗ്യമാണ്. ആരോഗ്യം കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ എന്തും നമ്മുടെ RCM എന്ന് പറയുന്ന RCM ബിസിനസ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും RCM എന്നുള്ള ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. സോ നമ്മൾ ആർക്കെങ്കിലും കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്തു. ഇതിനകത്ത് 5 തൊട്ട് 7 വരെയുള്ള ഏതെങ്കിലും 5 തൊട്ട് 7 ഈ 10 എണ്ണത്തില് ഏതെങ്കിലും 5 ടൈപ്പോ അല്ലെങ്കിൽ 7 ടൈപ്പോ ഫുഡ് ഗ്രൂപ്പ് എങ്കിലും ഞാൻ ഇന്ന് കൺസ്യൂം ചെയ്തോ ഇല്ലയോ? ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോ അങ്ങനെയെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ഒരു സ്റ്റഡി വേറെ ആരുടെ അല്ല, 2024 ഒരു ഗൈഡ് ലൈൻ ആണ്. അതായത് ICMR എന്നൊക്കെ പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ചും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ, അതിന്റെയൊക്കെ അവരുടെ ഒരു ഗൈഡ് ലൈൻ ഇറങ്ങിയല്ലേന്ന് ഞാൻ എടുത്ത ഒരു ഇമേജസ് ആണ് ഈ കാണുന്നത്. അപ്പൊ അവര് പറയുന്നതാണ് ഒരു ഇന്ത്യൻ ഡയറ്റിൽ വേണ്ട രീതിയിൽ ഒരു ഇന്ത്യന് വേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതൊരു സായിപ്പിന്റെ ഒന്നുമല്ല ഈ പറഞ്ഞേക്കുന്നത്. അപ്പോ അതിൽ എത്ര പേർക്ക് ഇതിനകത്ത് പറ്റുന്നുണ്ട് എന്നുള്ളത് അവനവൻ ചിന്തിച്ചു നോക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിലേക്ക് ലീഡ് ചെയ്യും? നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ കണ്ടു പല കാര്യങ്ങൾ. നമ്മൾ ആ സ്ലൈഡിൽ നോക്കി അറിയാം, നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ഇപ്പം പ്രഗ്നൻസി അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് അത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കോ. ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ലൈഫ് നമുക്ക് ഉണ്ടാവുമോ? നമുക്ക് നല്ല ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുമോ? അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മൾ പോകുമോ? നമുക്ക് ആയുസ്സും ഒപ്പം തന്നെ ആരോഗ്യവുമുള്ള ഒരു ജീവിതാവസ്ഥ ഉണ്ടാവുമോ ഈ രീതിയിൽ നമ്മൾ ഫുഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ? അപ്പോൾ അങ്ങനെയെങ്കിലും നമ്മൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഈ പറയുന്ന ഫുഡിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ഉള്ളിൽ ചെല്ലണം. ഈ ഒരു ഇതിൽ നോക്കിയാൽ കാണാം, ഫുഡ് ഗ്രൂപ്പ് ഡെയിലി ബേസിസ് എന്നാണ് അതിന്റെ ലാസ്റ്റ് എഴുതിയേക്കുന്നത്, കണ്ടോ? അപ്പൊ ഡെയിലി നമ്മുടെ ഉള്ളിൽ ചെല്ലേണ്ട പോഷകങ്ങൾ ഇങ്ങനെയുള്ള ഫുഡിലൂടെ നമ്മൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും നമ്മളുടെ ഉള്ളിലോട്ട് അത് എത്തിക്കണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി അറിയും, അതല്ലെങ്കിൽ ഈ ലോകം കഴിഞ്ഞിട്ട് ഗാലക്സിയിലുള്ള കാര്യങ്ങൾ, പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയുള്ള കാര്യങ്ങൾ എല്ലാം അറിയും. പക്ഷെ അവനവന്റെ അരച്ചാൻ വയറിനകത്തുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവനവന്റെ ലൈഫിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളെ മാത്രം
മാറ്റി വെച്ചുകൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലെയും പുറകെ ഓടുന്നത്. അപ്പോ ഇനി നോക്കിയ ലോകാരോഗ്യ സംഘടന, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO എന്നാ പറഞ്ഞേക്കണേന്ന് നോക്കിയേ. ഒരു മനുഷ്യന്റെ റീപ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതായത് പ്രത്യുൽപാദനത്തിനോ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിനോ അവന്റെ വളർച്ചയ്ക്കോ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട എസെൻഷ്യൽ ന്യൂട്രിയൻസ്, എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷകങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? മൈക്രോ ന്യൂട്രിയൻസിനും മാക്രോ ന്യൂട്രിയൻസിനും ആര് തിരിച്ചിട്ടുണ്ട്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, ലോകാരോഗ്യ സംഘടന തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം മതി ആ പോഷകങ്ങൾ. അത് വളരെ കുറഞ്ഞ അളവിൽ ഒരു ദിവസം ആ വ്യക്തിയിൽ ചെല്ലണം, വേണം, പക്ഷെ അത് കുറഞ്ഞ അളവിൽ മതി. അത് ഏതൊക്കെ സാധനങ്ങളാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജീവകങ്ങളും ധാതു ലവണങ്ങളും, അതായത് വൈറ്റമിൻസും മിനറൽസും. അത് കൃത്യമായ അളവിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അനാരോഗ്യത്തിലോട്ട് ആ വ്യക്തി പതുക്കെ 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 ആയി പോകും. ഈ ഒരു കാര്യം നമ്മളുടെ ഉള്ളില് നമുക്കറിയാം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒരു ശ്രദ്ധ കൊടുക്കുന്നില്ല പലപ്പോഴും. അതുപോലെ തന്നെയാണ് മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അളവിൽ, മാക്രോ ന്യൂട്രിയൻസ് തന്നെ കുറച്ചുകൂടെ കൂടുതൽ അളവിൽ ഡെയിലി ബേസിസിൽ ഒരു വ്യക്തിയിലോട്ട് ചെല്ലണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കൂടിയ അളവിൽ കിട്ടേണ്ട കാര്യങ്ങളാണ് വെള്ളം, ഒബ്വിയസ്ലി വെള്ളം വേണം, അതുപോലെ തന്നെ പ്രോട്ടീൻ, മാംസ്യം വേണം, കാർബോഹൈഡ്രേറ്റ് അന്നജം വേണം, കൊഴുപ്പ്, ഫാറ്റ്, നല്ല കൊഴുപ്പ്, ഇത്രയും സാധനം കുറച്ചും കൂടെ കൂടിയ അളവിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഡെയിലി ബേസിസിൽ കിട്ടിയിരിക്കണം. ഇതിന്റെ ഇപ്പുറത്തുള്ള ഒരു പടം നോക്കിയ ഒരു കാറിന്റെ പടമുണ്ട്. ഇത് ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്, എങ്കിൽ പോലും ഞാനിപ്പോ അതൊന്നോടെ കാണിക്കാൻ പുതിയ ആളുകൾ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ്. അപ്പോ ഇത് ഒരു കാറിന്റെ അകത്ത് ഒരു ഹെൽത്തി ബോഡി ആൻഡ് എൻജിൻ നോക്കിക്കഴിഞ്ഞാൽ, ആ കാറിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉണ്ടാക്കിയേക്കണത് എന്തോ സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അത് ഒരു മനുഷ്യനായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതെന്താണ്? അത് പ്രോട്ടീൻ, നമ്മളുടെ ശരീരം ഉണ്ടാക്കിയേക്കുന്നത് പ്രോട്ടീൻ വെച്ചിട്ടാണ്. അപ്പൊ ആ പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം. അത് കുറച്ച് നല്ല രീതിയിൽ വേണ്ടത്ര അളവിൽ കിട്ടിയിരിക്കണം. ഇനി വേണ്ട രണ്ട് കാര്യങ്ങളും കൂടിയാണ്. ഒന്ന്, ഇത് വണ്ടി ഓടാനുള്ള പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ CNG എന്തും ആയിക്കോട്ടെ, അത് വേണം. അതുകൂടാതെ എഞ്ചിനിൽ ഒഴിക്കുന്ന ഓയിലും വേണം. അപ്പൊ ഈ പറയുന്ന വണ്ടിയുടെ അത്രയും വലുപ്പത്തിലല്ലല്ലോ, അതും വേണ്ടത്ര അളവിൽ വേണം. അതായത് അതൊരു ഒരു ചെറിയ ഡോസിൽ അതും കൃത്യമായിട്ട് ചെന്നാലേ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന വണ്ടിയും കൊണ്ട് ഗുണമുള്ളൂ. ആ വണ്ടി ഓടാൻ വേണ്ട എനർജി, അപ്പൊ അത് ഗ്യാസ്, അതായത് പെട്രോളോ എന്തും ആയിക്കോട്ടെ, അതാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, അന്നജം, കൊഴുപ്പ് എന്നൊക്കെ പറയുന്ന വകുപ്പിൽ പെടുത്തണമെങ്കിൽ എഞ്ചിൻ ഓയിൽ വളരെ കുറഞ്ഞ അളവിൽ മതി. പക്ഷെ അത് ഇല്ലാണ്ട് വണ്ടി ഓടുവോ? ആ വണ്ടി ഓടുവോ? ഇല്ല. അപ്പൊ അത് ആ എഞ്ചിൻ ഓയിലിനെ പോലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതാണ് വിറ്റാമിനും മിനറലും. ഞാൻ ഈ പടം എന്തിനാ ഇട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും സയൻസ് ഇഷ്ടമല്ല, എന്നാൽ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇമേജ് ഇതിനകത്ത് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടത്. അപ്പൊ ഈ എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയെ പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തവർക്ക് ഈ സാധനം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ ആ എഞ്ചിൻ ഓയിലിനോട് ഉപമിക്കാൻ നമ്മളുടെ ശരീരത്തിൽ നമുക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും, അത് നമ്മളുടെ ശരീരത്തിൽ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പൊ അടുത്തതാണ്, അപ്പൊ ഈ വൈറ്റമിൻ എന്നാ ചെയ്യണേ? കുറച്ച് നമുക്ക് ഈ ജീവകങ്ങൾ നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ അത് കുറഞ്ഞ അളവിലായാലും ദിവസവും നമ്മുടെ ഉള്ളിൽ ചെന്നിരിക്കണം നിർബന്ധമായിട്ട് നമ്മൾ പറയണ്ടെങ്കിൽ അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തിനെ കൂട്ടിത്തരും. അതാണ് ബൂസ്റ്റിംഗ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. അതുപോലെ തന്നെ ചിലതരം ക്യാൻസറുകൾ, പ്രത്യേകിച്ച് പുരുഷന്മാരിലെ ഒരു ഗ്രന്ഥിയുടെ പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അതായത് പ്രായമായ അപ്പച്ചന്മാർക്ക് മൂത്രം പോകാനായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ട് വരും, അവർക്ക് ചെറിയ ഓപ്പറേഷൻ ഒക്കെ ചെയ്യും. പിന്നെ ആ ഒരു ഗ്രന്ഥി വലുതായി കഴിഞ്ഞ് വലിയതായി കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അത് ക്യാൻസറിലോട്ട് ലീഡ് ചെയ്യും. അതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. ആ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് പോലത്തെ ഉള്ള കണ്ടീഷനിലോട്ട് നീങ്ങാതിരിക്കാനായിട്ട്, അതിനെ തടയാനായിട്ടും ചിലതരം വൈറ്റമിനുകൾ നമ്മളുടെ ഉള്ളിൽ കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവകങ്ങളും വൈറ്റമിൻസ് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം എല്ലിനും പല്ലിനും വേണ്ടത് കാൽഷ്യം ആണെന്ന് അറിയാം. ആ കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴിച്ച ഫുഡിൽ കാൽസ്യം ഉണ്ട്, പക്ഷെ അത് നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ ചില വൈറ്റമിനുകൾ അവിടെ ഉണ്ടായേ പറ്റുള്ളൂ, ചില വിറ്റാമിനുകൾ. അപ്പൊ ഈ വിറ്റാമിനുകൾ
എന്തിനു പോലും കാൽഷ്യം നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നൊക്കെ നമ്മളുടെ തൊലിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട്, ആരോഗ്യമുള്ള ഒരു തൊലി ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ സ്കിൻ ഉണ്ടാവാനായിട്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വൈറ്റമിനുകൾ നമുക്ക് കിട്ടിയേ തീരൂ, കൂടിയേ തീരൂ. അതുപോലെ തന്നെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും, അത് നമ്മൾ പഠിച്ചു, മാക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ പഠിച്ചത്, മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞിട്ട്. ആ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും, അതായത് മാംസ്യവും അന്നജവും കൃത്യമായ രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ ദഹിച്ച് അത് നമ്മുടെ ശരീരത്തോട് ചേരുന്ന ആ ഒരു മെറ്റബോളിസം എന്ന് പറയുന്ന ആ ഉപാപചയ പ്രവർത്തനം കൃത്യമായി നടക്കാൻ കുറച്ച് വൈറ്റമിനുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ അതും ഈ വൈറ്റമിൻ ചെന്നാലേ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ മാംസ്യവും അല്ലെങ്കിൽ അന്നജവും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ എടുത്താലും കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് അതായി കൂടിച്ചേരാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെട്ട് നമ്മുടെ ശരീരമായിട്ട് മാറാനായിട്ട് പറ്റില്ല ഈ വൈറ്റമിന്റെ അഭാവം വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നല്ല ബ്ലഡ് ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റമിന്റെ ആവശ്യം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും അതുപോലെ നാഡീവ്യൂഹ വ്യവസ്ഥയും കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് വിറ്റാമിനുകളുടെ ആവശ്യമുണ്ട്. അപ്പൊ നോക്കിയേ, വളരെ കുറഞ്ഞ അളവിൽ, കുറഞ്ഞ ഡോസിൽ, കുഞ്ഞന്മാരാണ് ഇവര്, വളരെ കുറഞ്ഞ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഡെയിലി ചെല്ലേണ്ട സാധനമാണ്. അത് ചെന്നില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ ഓരോന്നും എടുത്തു വെച്ച് നോക്കിയേ, എന്തിലേക്കൊക്കെയാണ് ഇത് പതുക്കെ ലീഡ് ചെയ്യണേന്ന് നോക്കിയേ. കണ്ടോ, ഓരോ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണോ? നോക്ക്. അപ്പൊ എത്ര തരം വിറ്റാമിനുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ? നമുക്ക് വേണ്ടത്, നമുക്ക് എത്ര തരം വിറ്റാമിനുകൾ നമ്മളുടെ ഫുഡിൽ കൂടെ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ ഫുഡിൽ കൂടെ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി നമ്മൾ പലപ്പോഴും പറയും സൂര്യന്റെ ഇതിൽ നിന്നാണ്, കിരണങ്ങളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് പറയും, എങ്കിൽ പോലും ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 13 തരം വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം, കൃത്യമായ അളവിൽ ഉണ്ടായിരിക്കണം. ആ വിറ്റാമിനുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചിലത് വെള്ളത്തിലാണ് ലയിച്ചു ചേരുന്നത്. നമുക്കറിയാം, പഞ്ചസാര വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു ചേരും, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലിട്ട് അലിഞ്ഞു ചേരും എന്ന് പറയുന്ന പോലെ ഈ 13 വൈറ്റമിനുകളിൽ കുറച്ച് വൈറ്റമിൻ ഏതിലാണ് അലിഞ്ഞു ചേരുന്നത്? വെള്ളത്തിലാണ് അലിഞ്ഞു ചേരുന്നത്. പക്ഷെ വേറെ ചിലത് എന്തിൽ അലിഞ്ഞു ചേരില്ല? വെള്ളത്തിലല്ല അലിയുന്നത്. എന്തിലലിയുന്നത്? കൊഴുപ്പിലേ അലിയുള്ളൂ. ഈ രണ്ട് കാര്യം നമുക്ക് അറിയണം. അപ്പൊ ഏതൊക്കെയാണ് കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ, വൈറ്റമിൻ ADEK. അതൊരു എളുപ്പത്തിന് നമുക്ക് പഠിച്ചു വെക്കാം. ആ ADEK എന്നുള്ളതൊന്ന് തിരിച്ചു വായിച്ചു നോക്കിയേ. KEDA വൈറ്റമിൻ ഏതൊക്കെയാണ്? KEDA. അതൊന്ന് വായിച്ചു നോക്കിയേ. കേട അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഫാറ്റ് സോളിബിൾ, അതായത് ഫാറ്റ് കേട. അത് നമ്മൾ പറയൂലേ, വലിയ നല്ലതല്ല, ചീത്ത കൊഴുപ്പ് കൊള്ളൂല എന്നൊക്കെ പറയില്ലേ. അതുപോലെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിങ്ങളുടെ ഓർമ്മയിലോട്ട് പറയണമെന്നേ ഉള്ളൂ. എന്താണ് വൈറ്റമിൻ ADEK? ഇത് ഏതിലാണ് ലയിക്കുന്നത്? കൊഴുപ്പിലാണ് ലയിക്കുന്നത്. ഇനി വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ, വൈറ്റമിൻ B കോംപ്ലക്സ് എല്ലാം, ബി ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ വൈറ്റമിനുകളും ഏതിലാണ് ലയിക്കുള്ളൂ? വെള്ളത്തിലാണ് ലയിക്കുന്നത്. ഇതുകൂടാതെ ഒരു ടീമും കൂടെ ആരാണ്? വൈറ്റമിൻ സിയും B കോംപ്ലക്സും ഏതിലാണ് ലയിക്കുന്നത്? വെള്ളത്തിലാണ് ലയിക്കുന്നത്. ഈ ഒരു ജനറൽ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് പഠിച്ചതിൽ ഒന്ന് വൈറ്റമിൻ ആണെന്ന് പഠിച്ചു. ഇനി അടുത്ത ആളാരാണ്? മിനറൽസ്, ധാതു ലവണങ്ങൾ. അതായത് നമ്മളുടെ മൊത്തം ശരീരഭാരത്തിന്റെ 4% ഈ ധാതു ലവണങ്ങളാണ്. നോക്കിയേ, ചെറിയ അളവിൽ നമുക്ക് ഉള്ളിൽ ചെന്നാൽ മതി. പക്ഷെ അതില് നമ്മുടെ ശരീരത്തിന്റെ മൊത്തം ബോഡി മാസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 4% എന്താണ്? ഈ മിനറൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോ നമ്മളുടെ ഡെയിലി ഫുഡിൽ ഇത് ചെല്ലണ്ടേ? ഈ 4% മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് ധാതു ലവണങ്ങൾ ചെല്ലണ്ടേ? അപ്പോ ഈ മിനറൽസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്ച്വലി മിനറൽസ് എത്ര മതി? കുറച്ച് മതി. കാർബോഹൈഡ്രേറ്റിനെയോ പ്രോട്ടീനെയോ ഫാറ്റിനെയോ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് മതി. അതിൽ തന്നെ പലതരം മിനറൽസ് ഉള്ളതില് കുറച്ച് മിനറൽസ് കുറച്ച് കൂടിയ അളവിലും വേണം, കുറച്ച് മിനറൽസ്, ബാക്കി കുറച്ച് അധികം മിനറൽസ് വളരെ കുറച്ചുകൂടെ കുറഞ്ഞ അളവിലും മതി. അതാണ് ഈ രണ്ടായിട്ട് കൊടുത്തേക്കുന്നത്. മേജർ മിനറൽസ്, അതായത് നമുക്ക് കൂടുതൽ വേണ്ട മിനറൽസ് ഏതൊക്കെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട്, മഗ്നീഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം. ഇതൊക്കെ ഈ സോഡിയം പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു പോയി കഴിയുമ്പോഴത്തെ അവസ്ഥ, ഇച്ചിരി പ്രായമാകുമ്പോൾ തന്നെത്താനെ വരില്ലേ? അപ്പൊ അവര് പിച്ചും പേയും പറയണ പോലെ ആയപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ബോധക്കേട് വരും അല്ലെ, ഭയങ്കരമായിട്ട് അവര് ഡിസോറിയന്റഡ് ആയിട്ട് ഇങ്ങനെ അക്രമാസക്ത ആവണമൊക്കെ പോലെയാവും, പിന്നെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നം വരില്ലേ? അപ്പൊ നമ്മൾ പറയില്ലേ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞു പോയതാണൊക്കെ, അത് ഏതാണ്? ഈ മിനറൽസ് ആണ്. അപ്പൊ അവരോട് അപ്പൊ ഡോക്ടർ എന്നാ പറയണ, നാരങ്ങ വെള്ളത്തിനകത്ത് ഉപ്പിട്ട് കുടിപ്പിക്കുക, അല്ലെങ്കിൽ മോരും വെള്ളം കുടിപ്പിക്കുക, ഉപ്പിട്ട് കുടിപ്പിക്കുക, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ? അത് ഈ ഇലക്ട്രോലൈറ്റ്സ്, അതായത് ഈ മേജർ മിനറൽസ്, മെയിൻലി ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ബോഡിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് പ്രായമാവും തോറും നമ്മളുടെ
മസിലുകളൊക്കെ കുറയണമെന്ന് പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന മിനറൽസിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കുറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ അതിന്റെ അഭാവം വരികയൊക്കെ ചെയ്യും കുറച്ച് ഏജ് ആകുമ്പോൾ. അതല്ലാതെ തന്നെ നമ്മൾക്ക് പ്രായം സാധാരണ പ്രായത്തിലാണെങ്കിൽ പോലും കൃത്യമായ അളവിൽ ഈ പറയുന്ന മിനറൽസ് നമ്മൾ ഫുഡിൽ കൂടെ കഴിച്ച് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാം, അതുപോലെ എല്ലിനൊക്കെ പ്രശ്നങ്ങൾ വരാം. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ ഈ പറയുന്ന മിനറൽസിന്റെ കൃത്യമായ മെയിൻ്റനൻസ് അല്ലെങ്കിൽ കൃത്യമായ അളവിൽ തോതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വരാം. അതുപോലെ തന്നെയാണ് മൈക്രോ മിനറൽസ്. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ അയേൺ ഒക്കെ വളരെ കുറഞ്ഞ അളവിൽ മതി. പക്ഷെ അയേണിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും കുഞ്ഞു ക്ലാസ്സിൽ മുതലേ നമ്മൾ പഠിക്കണത്. അതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ന്യൂട്രിചാർജ് BJ ഒക്കെ പഠിക്കുമ്പോഴത്തേന് അതിനകത്ത് ബോറോൺ ഒക്കെ പഠിക്കേണ്ട, അതൊക്കെ നോക്കി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ബോറോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് താഴേന്ന് 4ാമതായിട്ട്. അപ്പോൾ ഇങ്ങനെ വളരെ മിനറൽസ് തന്നെ 2 കാറ്റഗറിയിൽ പെടുത്തിയേക്കുന്നു. ഒന്ന് കുറച്ച് കൂടിയ അളവിലും വേണം, ഒന്ന് കുറച്ച് കുറഞ്ഞ അളവിലും മതി. ഓക്കെ, എന്തിനാണ് ഈ മിനറൽസ് എന്നുള്ളത് ഒന്നും കൂടെ പറയാം. വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ശരീരത്തിലെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നല്ല സ്കിന്നും അതുപോലെ തൊലിയും മുടിയും അതുപോലെ നമ്മളെ നഖങ്ങളും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ആരോഗ്യകരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മിനറൽസ് സഹായിക്കും. അതായത് ഈ മെയിൻ മിനറൽസ് സഹായിക്കും. അതുപോലെ ബോണിന്റെ ഹെൽത്ത്, അത് നമുക്കറിയാം. കാൽഷ്യം ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, മഗ്നീഷ്യവും ഒക്കെ എഴുതിയിട്ടുണ്ട് ആ മേജർ മിനറൽസിൽ. അപ്പൊ അതൊക്കെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ ആ കുറച്ചുള്ള ട്രേസ് മിനറൽസ് എന്തിനാ സഹായിക്കുന്നത്? ബോണിന് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ബോറോണിന്റെ കഥയൊക്കെ പറഞ്ഞു. അപ്പൊ ബോണിന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ബലമുള്ളതാക്കി കൊടുക്കാനായിട്ടും, പല്ല് പോട് ഇല്ലാണ്ടാക്കാനായിട്ടും, പോട് തടയാൻ വേണ്ടി, പോട് ഉണ്ടാവാന്ന ഒരു കണ്ടീഷൻ തടയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ കാര്യത്തിൽ എയ്ഡിങ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗേ ഉള്ളൂ. അത് എപ്പോ എങ്ങനെ ഈ ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് മുറിവ് ഉണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ആവണം. മുറിവ് അകത്ത് നമുക്ക് ബ്ലഡ്, അത് ശരീരത്തിന്റെ അകത്ത് ബ്ലഡ് ഇട്ട് ക്ലോട്ട് ആവാനും പാടില്ല. മുറിവ് ഉണ്ടായാൽ ആ ബ്ലീഡിങ് ആയി ബ്ലഡ് ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ക്ലോട്ട് ആവുകയും വേണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ഈ മിനറൽസ് വേണം. അതുപോലെ തന്നെ നമ്മളുടെ പ്രാണവായുവായ ഓക്സിജനെ നമ്മൾ ശ്വസിച്ച്, നമ്മളുടെ മൂക്കിക്കട ശ്വസിച്ച് നമ്മളുടെ ലങ്സ് വരെ എത്തിച്ചു. ആ ലങ്സിൽ നിന്ന് അത് ബ്ലഡിൽ കൂടി കയറി നമ്മളുടെ ഓരോ സെല്ലുകളിലും ഓരോ കോശങ്ങളിലും എത്തി ആ കോശങ്ങൾക്ക് പ്രാണവായു കിട്ടണം. അതിന് സഹായിക്കാനായിട്ടും ഒരു മിനറൽ പ്രത്യേകം അതിനകത്ത് നമുക്ക് വേണം. നമുക്കറിയാതെ ഏതാണ്? അയൺ. അതുപോലെ തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശക്തി നല്ല രീതിയിൽ പോവാനായിട്ട്, സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ചെറിയ അളവിലുള്ള മിനറൽസ് അത്യാവശ്യമാണ്. അതുപോലെ നമ്മളുടെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും. അപ്പൊ ഞാൻ ന്യൂട്രിചാർജ് വുമൺ എന്നെ എത്ര നേരമായിട്ടും പറയാത്തത് നിങ്ങൾ ചിന്തിക്കേണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ന്യൂട്രിചാർജ് വുമണിലെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ശരീരത്തിന് വേണ്ട മൈക്രോ ന്യൂട്രിയൻസിന്റെ ഇമ്പോർട്ടൻസ്, മാക്രോ ന്യൂട്രിയൻസ് നമുക്ക് കുറെയെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്. മൈക്രോ ന്യൂട്രിയൻസിന്റെ ഇമ്പോർട്ടൻസ്, അതായത് മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ഇമ്പോർട്ടൻസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിച്ച പോലെ ഈ എല്ലാത്തരം ഫുഡും, നമുക്ക് വേണ്ട എല്ലാത്തരം പോഷകങ്ങളും ഉള്ളിൽ കൃത്യമായ അളവിൽ അനുപാതത്തിൽ ചെല്ലുന്ന ഒരു വ്യക്തി, എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ വ്യക്തിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ 100ൽ 99.99% ഇപ്പോൾ ഈ തലമുറയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. അത് എതിർക്കാൻ ആർക്കും തന്നെ പറ്റില്ല, അല്ലെ? അപ്പൊ നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരിക്കലും നമുക്ക്, ഈവൻ നമ്മൾ RCMൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മളുടെ സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മളുടെ ആ ഒരു ജീവിത ശൈലിയോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലിവിങ് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും കൃത്യമായ അളവിൽ വേണ്ട ഈ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും നമ്മുടെ ഫുഡിൽ കൂടി കിട്ടില്ല. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഫുഡിൽ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും, പക്ഷെ ഫുഡിൽ കൂടെ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ പറ്റില്ല. നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ ഉള്ളിലോട്ട് അത് ചെല്ലണം. നമുക്ക് വേണ്ട പോഷകങ്ങൾ ചെല്ലണം. അതിനാണ് നമ്മളെ സഹായിക്കുന്നത് ആര്? ഒരു ലേഡിയെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീക്ക് വേണ്ട എല്ലാ മൈക്രോ ന്യൂട്രിയൻസും, അതായത് വേണ്ട വൈറ്റമിൻസും മിനറൽസും വേണ്ടത്ര അളവിൽ ഒരു സ്ത്രീക്ക് ഒരു ദിവസം എത്ര ചെല്ലണോ അതിന്റെ ആ ഒരു ബേസ് ലെവലില് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന നമ്മളുടെ സ്വന്തം നമ്മളുടെ കൂട്ടുകാരി, നമ്മുടെ കളിത്തോഴി, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന അത്രയും നല്ലൊരു നമ്മളുടെ ആ ന്യൂട്രിചാർജ് വുമണിനെ നമ്മൾ അങ്ങനെ വേണം കാണാനായിട്ട്. ഒരിക്കലും ചതിക്കാത്ത ഒരു നമ്മളുടെ സ്വന്തം കൂട്ടുകാരി.
അത്രയ്ക്കും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആ ന്യൂട്രിചാർജ് വുമണിനകത്ത് എന്തുണ്ട്, നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു ദിവസം കിട്ടേണ്ട മിനിമം വൈറ്റമിൻസും മിനറൽസും, മിനിമം അളവിലുള്ള വൈറ്റമിൻസും മിനറൽസും, ബാക്കി കുറച്ചൊക്കെ ഫുഡിൽ നിന്ന് കിട്ടും. അത് മാക്സിമം എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് കാര്യമില്ല. നമ്മളൊരു മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ആരോഗ്യ അവസ്ഥയിലോട്ട് പോകും. ആ ഒരു ലെവലില് നമ്മൾക്ക് എന്ത് കിട്ടും, നമ്മൾ ന്യൂട്രിചാർജ് വുമൺ നമ്മളുടെ കൂട്ടത്തിൽ കൊണ്ട് നടന്ന് നമ്മൾ അതിനെ കഴിക്കുമ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ ഭാഗമായിട്ട് എന്നിൽ അലിഞ്ഞ് ആ ന്യൂട്രിചാർജ് വുമൺ ആയി എന്നിൽ അലിഞ്ഞ് ചേരുമ്പോൾ ഞാൻ എന്തായി, ആ വൈറ്റമിൻസും മിനറൽസും കൃത്യമായ അളവിൽ ചെന്ന് ഞാൻ നല്ല ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിട്ട് നമ്മളുടെ കുടുംബത്തിന് വിളക്കായിട്ട് നാടിനും മറ്റുള്ളവർക്കും ഗുണം ചെയ്യാനായിട്ട് ആരോഗ്യമുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറും. അത് മറ്റുള്ളവരോട് എത്തിക്കാനായിട്ടും സാധിക്കും. സോ ആ ഓരോ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് എന്ന് എഴുതിയത് ഗുളികയല്ല. എന്താണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു സപ്ലിമെന്റ് ആണത്. ആ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ്, അത് പോഷകമാണ്. അതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയേക്കുന്നത്, ഓരോ നമ്മൾ ദിവസവും കഴിക്കുന്ന, നമ്മൾ രാവിലെ കഴിക്കുന്ന ആ ഒരു ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് അടങ്ങിയേക്കുന്ന ആദ്യത്തെ സാധനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽസ്, അതായത് ചെടികളുടെ, ഔഷധ ചെടികളുടെ സത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്ര സ്ത്രീകൾക്ക് ഇത് പറ്റും എല്ലാ ദിവസവും? അത് ഏതൊക്കെ ഔഷധ ചെടികളുടെ ആണെന്ന് നോക്കിയേ, അല്ലെങ്കിൽ ചെടികളുടെ സത്താണെന്ന് നോക്കിയേ. ഈവനിങ് പ്രൈംറോസ് ഓയിൽ എക്സ്ട്രാക്ട് കണ്ടിട്ട് പോലും ഇല്ല. അതിന്റെ അത് എന്തിനാ അടങ്ങിയേക്കണേ എന്നുള്ളത് നമുക്ക് ഇനി പഠിക്കാം. അതുപോലെ തന്നെ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. ഫ്ലാക്സ് സീഡ്, ചണത്തിന്റെ വിത്തിൽ നിന്നുള്ള എക്സ്ട്രാക്ട്, ലൂട്ടിൻ ഒരു പിടിയില്ല, ലൈക്കോപ്പിൻ 10% പൗഡർ. ഇങ്ങനത്തെ ലൂട്ടിനൊക്കെ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഇതെല്ലാം നമ്മളുടെ സാധാരണ ഫുഡിൽ നിന്ന് കിട്ടില്ല. സോ നമ്മൾ ദിവസവും നമ്മൾ കഴിക്കുന്ന ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിൽ അടങ്ങിയേക്കുന്ന 5 ബൊട്ടാണിക്കൽസ് ആണ് ഏതൊക്കെ? ഈവനിങ് പ്രൈംറോസ് ഓയിലിന്റെ എക്സ്ട്രാക്ട്, സ്റ്റാർ ഫ്ലവറിന്റെ എക്സ്ട്രാക്ട്, ഫ്ലാക്സ് സീഡിന്റെ എക്സ്ട്രാക്ട്, ലൂട്ടിൻ, അതുപോലെ തന്നെ ലൈക്കോപ്പിൻ 10% പൗഡർ. ഇനി ഇത് കൂടാതെ അടങ്ങിയേക്കുന്ന അടുത്തതാണ് കുറേയേറെ ഫ്രൂട്ടുകളുടെ, നമ്മളുടെ പഴങ്ങളുടെ സത്ത് അടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിന്റെ നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിന്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള ഫോട്ടോയാണ് എടുത്ത് ഇവിടെ ഇട്ടിരിക്കുന്നത് ഫോർ ഒരു പ്രൂഫ്. ദെൻ അതുപോലെ അടങ്ങിയേക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു? ബൊട്ടാണിക്കൽസും അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് ഫ്രൂട്ട്സും, കുറേയേറെ ഫ്രൂട്ട്സുകളുടെ ഒരു ബ്ലെൻഡ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പഠിച്ചു. ഇത് കൂടാതെ അമിനോ ആസിഡ്സ്, ഈ ഫ്രൂട്ട്സിൽ നിന്ന് തന്നെ, ഫ്രൂട്ട്സ് അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് ധാരാളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ അമിനോ ആസിഡ്സ് ആണ്? ഇത് നിങ്ങൾ വായിച്ച് നാക്കുളുക്കേണ്ട ഒരു 5 തരം അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്നതാ? അമിനോ ആസിഡ്സ് ആണ് നമ്മളുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന്റെ ബേസ് സാധനം. അതായത് ഒരു മാലയുടെ മുത്ത് കോർത്ത് ഒരു മാലയാകുന്ന പോലെയാണ് ഈ അമിനോ ആസിഡ്സ് എന്ന് പറയുന്ന മുത്തുകൾ പല രീതിയിൽ കോർത്താണ് ഓരോ തരം പ്രോട്ടീൻ ആവുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പലതരം അമിനോ ആസിഡ്സ് പല രീതിയിൽ കോർത്ത് ഒരു മാല പോലെ ആവുമ്പോഴാണ് അതൊരു പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്. നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ പലതരം അമിനോ ആസിഡ്സ് ഉണ്ട്. അതിലെ 5 അമിനോ ആസിഡ്സ് ആണ് നമ്മളുടെ ഏതിലുള്ളത്? ന്യൂട്രിചാർജ് വുമണിലുള്ളത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രോട്ടീൻ കൃത്യമായി നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും PVMF ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ശീലമാക്കിയിട്ടുള്ളതിൽ ഒന്നാണ് പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ തന്നെ ചെറിയ ഒരു അളവിൽ ഏതുണ്ട്? നമ്മളെ സംബന്ധിച്ച് നമ്മളെ ന്യൂട്രിചാർജ് വുമണിൽ ഈ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് പോരേന്ന് ചോദിച്ചാൽ പോരാട്ടോ. അതായത് ഈ ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളൂ. പക്ഷെ പ്രോട്ടീൻ നമുക്കറിയാം എന്താണ്? മാക്രോ ന്യൂട്രിയന്റാ, കുറച്ചുകൂടെ കൂടുതൽ അളവിൽ നമ്മളെ ശരീരത്തിൽ ദിവസവും ചെല്ലേണ്ടതാണ്. ഞാൻ ന്യൂട്രിചാർജ് വുമൺ കഴിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രോട്ടീൻ കഴിക്കാതിരിക്കരുത്. ദെൻ അടുത്തതാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ വൈറ്റമിൻസ്. എത്ര തരം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ടെന്ന് നോക്കിയേ. 13 തരം വൈറ്റമിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദെൻ അടുത്തത് ഏതാണ്? നമ്മൾ പറഞ്ഞ മിനറൽസ്. അപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ബൊട്ടാണിക്കൽസ് അടങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ട്സിന്റെ ഒരു മിക്സഡ് ഫ്രൂട്ട് ബ്ലെൻഡ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ മിനറൽസ്, ധാതു ലവണങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ കണ്ടു. അതിലെ മേജർ ആയിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇത്രയും ഏതിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മളെ ന്യൂട്രിചാർജ് വുമണിൽ. സോഡിയം ഒഴികെയുള്ള ബാക്കി എല്ലാ മേജർ മിനറൽസും നമ്മളെ ന്യൂട്രിചാർജ് വുമൺ ഒരു ടാബ്ലറ്റ്, നമ്മൾ കഴിക്കുന്ന ഒരു ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് അളവിൽ വേണ്ട ട്രേസ് മിനറൽസ് ആയിട്ടുള്ള അയൺ, സിങ്ക്, മാംഗനീസ്,
കോപ്പർ, ബോറോൺ, അയഡിൻ, മോളിബ്ഡിനം, സെലിനിയം, ക്രോമിയം എന്നീ പറയപ്പെടുന്ന മിനറൽസ് നമ്മളുടെ ശരീരത്തിന് വേണ്ട ഒരു മിനിമം അളവില് ദിവസവും വേണ്ട അത്രയും അളവില് ഏതിലടങ്ങിയിട്ടുണ്ട്? നമ്മളുടെ ന്യൂട്രിചാർജ് വുമന്റെ ഒരു ടാബ്ലറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് സയൻസ് പോലെയൊക്കെ കണ്ടത്. പക്ഷെ നമുക്കൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ എന്തിനാണ് എല്ലാ ദിവസവും ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നത്, എന്താണ് അതിന്റെ ആവശ്യം, എന്താണ് അത് കഴിക്കേണ്ടത്? ഒരു 14 ആവശ്യങ്ങളാണ് അവിടെ ഉള്ളത്. ന്യൂട്രിചാർജ് വുമൺ ഞാൻ കഴിക്കേണ്ടതിന്റെ 14 ആവശ്യകതകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ 14 എണ്ണവും എക്സാമിന് പഠിക്കണ പോലെ കാണാതെ പഠിക്കാനല്ല. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സ്ത്രീകളും ഇപ്പൊ ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മൾ ആദ്യം കണ്ട സ്ലൈഡ്, ആ 5 തൊട്ട് 7 വരെയുള്ള 10 ടൈപ്പില് 5 തൊട്ട് 7 വരെയുള്ള ടൈപ്പ് ഫുഡെങ്കിലും ഒരു ദിവസം മിനിമം ഒരു ലേഡി അല്ലെങ്കിൽ ഒരാള് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് വേണ്ട പോഷകങ്ങൾ വേണ്ടത്ര അളവിൽ നമ്മുടെ ശരീരത്തിലോട്ട് എസ്പെഷ്യലി വൈറ്റമിൻസും മിനറൽസും കിട്ടുന്നില്ല. അപ്പോ അതുകൊണ്ട് ന്യൂട്രിചാർജ് വുമൺ എന്തിനാണ് ഒരു സ്ത്രീക്ക് അത്യന്താപേക്ഷിതമായിട്ട് മാറിയേക്കുന്നത്? ആദ്യത്തെ പോയിന്റ്, ഹീമോഗ്ലോബിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ. അത് എങ്ങനെയാണ് ന്യൂട്രിചാർജ് വുമൺ സഹായിക്കുന്നതെന്ന് വരും സ്ലൈഡിൽ നമുക്ക് കാണാം. ഈ ഓരോ 14 കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എല്ലിന്റെ ബലം നിലനിർത്താനായിട്ട്, അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ ന്യൂട്രിചാർജ് ബീജ എന്തിനാ? ന്യൂട്രിചാർജ് ബീജ എല്ലിന്റെ അല്ലെങ്കിൽ ജോയിന്റിന്റെ ഒക്കെ ഹെൽത്ത് ഒക്കെ പോയി കിടക്കണവർക്ക് അത് തിരിച്ചു കൊണ്ടുതരാനായിട്ട് സഹായിക്കുന്നതാ. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ദിവസവും നമുക്ക് വേണ്ട പോഷകങ്ങള്, ബോണിന്റെ ഹെൽത്ത് ഒക്കെ ആയാലും എന്തായാലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂട്രിചാർജ് വുമൺ എന്ന സപ്ലിമെന്റ് നമ്മൾ ദിവസവും നമ്മൾ കഴിക്കുന്നത്. അതുപോലെ മസിൽ മെയിൻ്റനൻസ്, നമ്മളുടെ മസിലൊക്കെ കൃത്യമായ അളവിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഭാരമുള്ള കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല, നമുക്ക് ബലമില്ലാത്തൊരവസ്ഥ വരും. അപ്പൊ ആ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ ദിവസവും എടുക്കുമ്പോൾ നമുക്ക് സാധിക്കും. നമുക്കറിയാം 35 വയസ്സ് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ഏജിങ് സ്റ്റാർട്ട് ചെയ്യണോണ്ട്, അതായത് നമുക്ക് എന്താണ്, നമ്മളുടെ ഏജിങ് സ്റ്റാർട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്ക് പ്രായമാവുന്ന ഒരു അവസ്ഥയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ 1% മസിൽ വെച്ചിട്ട് നമുക്ക് ലോസ് ആവണുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്. അപ്പൊ അതിനെ ഒക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്ന് അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾക്ക് ഈ ന്യൂട്രിചാർജ് വുമൺ നമ്മൾ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് അതിന് സാധിക്കും. നമുക്കറിയാം വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വണ്ടി കുറെ നാൾ ഓടും. മെയിൻറ്റെയിൻ ചെയ്യൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ വണ്ടി അധികം നാൾ ഓടൂല, പെട്ടെന്ന് കേടായി പോകും. എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ. ഒരു സ്ത്രീയുടെ ശരീരത്തെയും, ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിലേ അതിനകത്ത് ആരോഗ്യമുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എടുക്കുന്നത്. അപ്പൊ 3 പോയിന്റ് നമ്മൾ കണ്ടു. എന്താണ്? ഹീമോഗ്ലോബിൻ നല്ല രീതിയിൽ ഉണ്ടാവണം, ബോണിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, മസിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, നല്ല എനർജി, ഉത്സാഹവും ഉന്മേഷവും ഉള്ള ഒരു സ്ത്രീയാണ് ഒരു വീടിന്റെ വിളക്ക്. ആ ഒരു രീതിയിൽ ഒരു എനർജി ഉള്ള ഒരു ലെവലിൽ നമ്മൾ എപ്പോഴും ആയിരിക്കാനായിട്ട് നമ്മളെ ന്യൂട്രിചാർജ് വുമൺ സഹായിക്കും. നമുക്ക് രോഗപ്രതിരോധ ശക്തി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അതുപോലെ ഹാർട്ടിന്റെ ഹെൽത്ത്, നമ്മളുടെ ഹൃദയാരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ന്യൂട്രിചാർജ് വുമണിന് കഴിയും. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ. നമുക്ക് എല്ലാവർക്കും ബ്ലഡ് ഷുഗർ ലെവൽ ഉണ്ട്, അതൊരു നമുക്ക് വേണ്ട ഒരു മിനിമം റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ കൊണ്ട് എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ന്യൂട്രിചാർജ് വുമൺ നമ്മൾ ദിവസവും കഴിക്കുമ്പോൾ നമ്മൾ സഹായിക്കും. ഞാൻ ഈ പറയുന്നതിൽ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ട, എന്താണ്? ന്യൂട്രിചാർജ് വുമൺ ദിവസവും കഴിക്കുമ്പോൾ. കാരണം എന്നാ, നമുക്ക് പോഷകങ്ങൾ എങ്ങനെ വേണമെന്നാണ് ICMR പറഞ്ഞത്, നമ്മൾ ആ 2024 ഗൈഡ് ലൈനിൽ കണ്ടത് ഡെയിലി ബേസിസിൽ. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ ദിവസവും കഴിക്കുമ്പോൾ എന്നുള്ള ആവശ്യകത നമ്മളുടെ തലയിൽ, അത് എപ്പോഴും നമ്മൾ തലയിൽ അങ്ങോട്ട് ആഞ്ഞു പതിപ്പിക്കണം. അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് ആന്റി ഓക്സിഡൻസിനെ പ്രൊവൈഡ് ചെയ്യും. എന്താണ് നമ്മൾ കാണും, വരും സ്ലൈഡുകളിൽ കാണും. അതുപോലെ ബ്രെയിൻ സപ്പോർട്ടിന് സഹായിക്കും, തലച്ചോറിന്റെ ഒരു നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നല്ല ചർമ്മം,
നല്ല മുടി, നല്ല നഖം, നല്ല കണ്ണിന് അത്യാവശ്യം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നു. ഇനി ഇതിനേക്കാളെല്ലാം ഏറ്റവും ലാസ്റ്റ് നമ്മൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഒരുപക്ഷെ മനസ്സിലാവാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുന്ന അവരെ സംബന്ധിച്ച് ഒരു തലവേദന ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ നമ്മളുടെ ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ള പീരീഡ്സിന്റെ ടൈമിലുള്ള പിരിമുറുക്കങ്ങൾ, അല്ലെങ്കിൽ പീരീഡ്സ് വരുന്നതിന് മുന്നുള്ള പ്രശ്നങ്ങൾ, PCOD റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പീരീഡ്സ് നിൽക്കുന്ന ഒരു പ്രായം ആയി കഴിയുമ്പോൾ പീരീഡ്സ് മൊത്തത്തിൽ മെനോപ്പസിലോട്ട് പോകുന്ന ഒരു സ്ത്രീക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം ഒന്ന് ലഘൂകരിക്കാനായിട്ട് ന്യൂട്രിചാർജ് വുമൺ സഹായിക്കും. ഈ ഒരു കാര്യം നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇന്നത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ 14ാമത്തെ പോയിന്റ്. അത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുന്ന എല്ലാവർക്കും കംഫർട്ട് ആയിട്ടുള്ള ഒരു ലൈഫ് ഒരു മാസത്തിന്റെ എല്ലാ ദിവസവും ഒരു സ്ത്രീക്ക് കൊടുക്കാനായിട്ട് നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കും. അപ്പൊ ഇനി ഓരോ പോയിന്റും നമുക്ക് പഠിക്കാം. ഈ 14 കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് ന്യൂട്രിചാർജ് വുമൺ നമ്മൾ കഴിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ ഓരോ കാര്യത്തെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ഹെൽത്തി ഹീമോഗ്ലോബിൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്നതാണ്? നമ്മൾ ഈ ഹീമോഗ്ലോബിൻ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ HB എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അത് ഈ HB എന്ന് പറയുന്ന അത് നമ്മളുടെ ബ്ലഡിനകത്ത് ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾക്ക് ആ HB കറക്റ്റ് ആയിട്ട് ഹീംഗ്ലോബിൻ, ഇതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ആ ഹീമോഗ്ലോബിൻ നമ്മൾ HB എന്ന് പറയുന്ന സാധനം, അതിന് ഹീം എന്ന് പറയുന്ന പാർട്ടിനെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് വേണ്ട അസംസ്കൃത വസ്തുവാണ്, റോ മെറ്റീരിയൽ ആണ് ഏത്? അയേൺ. അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ഇരിക്കുമ്പോഴത്തേനും കൂടുതൽ അയേൺ വേണം, കാരണം കൂടുതൽ ബ്ലഡ് വേണം. ആ കൂടുതൽ ബ്ലഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അയേൺ വേണം, അല്ല ഈ ഹീം വേണമെങ്കിൽ, ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നതിൽ ആ ഹീം പാർട്ട് വേണമെങ്കിൽ നമ്മൾ അയേണിന്റെ അളവ് കൂടുതൽ കഴിക്കേണ്ടത് കൊണ്ടാണ് ഡോക്ടർ എന്ത് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്? അയേൺ പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അയേൺ മാത്രമല്ല, അതിന്റെ കൂടെ ഫോളിക് ആസിഡും പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട്. അതായത് അവരെഴുതി തരുന്നുണ്ട്. അവരെഴുതി തരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് മരുന്നെന്ന പോലെ നമ്മൾ അത് കഴിക്കും. പക്ഷെ പലപ്പോഴും പ്രഗ്നന്റ് ലേഡീസ് അത് കഴിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ. വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റേജിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ വയറ്റിൽ നിന്ന് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഇത്രയും വലിയ വയറും അതുപോലെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് രാവിലെ ശോധന കറക്റ്റ് അല്ലാത്ത ഒരു അവസ്ഥയും വരുമ്പോൾ ആ സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ അയേൺ നമ്മൾ കഴിക്കുമ്പോൾ വരുന്ന ഫേസ് ചെയ്യുന്ന ആ പ്രശ്നം പോലും ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിരിക്കുന്ന അയേണിനകത്തുനിന്ന് ഉണ്ടാവില്ല. അതുമല്ല, ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്തോ നമ്മൾക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഏറ്റവും നല്ല രീതിയിൽ ആഗിരണം ചെയ്യപ്പെടുന്ന ടൈപ്പ് അയേൺ ആണ് എന്തിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മുടെ സ്വന്തം ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിരിക്കുന്നത്. ആ അയേണിന്റെ പേരാണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്നുള്ളത്. അപ്പോ ഈ ഒരു ഫോമാണ്, ഈ അയണിന്റെ ഈ ഒരു ഫോമാണ് ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിലോട്ട് ആഗിരണം, നമ്മളുടെ ബ്ലഡിലോട്ട്, നമ്മളുടെ രക്തത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടാൻ, അബ്സോർബ് ചെയ്യപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അയണിന്റെ ഏറ്റവും നല്ലൊരു ഫോമാണ് നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിരിക്കുന്ന അയൺ. നോക്കിയേ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ആ ഒരു അയൺ പോലും കൃത്യമായിട്ട്. അത് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അല്ലാത്ത അയൺ ടാബ്ലറ്റ്സ് എടുക്കുമ്പോഴത്തേനും വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് പോകുന്ന എങ്കിൽ തന്നെ വളരെ കറുത്ത കളറിലുള്ള രീതിയിലുള്ള ഒരു വയറ്റിൽ നിന്ന് സ്റ്റൂൾ അങ്ങനെയായിരിക്കും, ഫീക്കൽ മാറ്റർ അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാ. എത്ര വെള്ളം കുടിച്ചാൽ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമ്മളുടെ അയൺ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അപ്പോ ഈ അയണിന്റെ ഇതെന്നാന്ന്, അയണിന്റെ ഫങ്ഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്സിജനെ എന്ത് ചെയ്യും? ഓക്സിജനെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഏത്? ഹീമോഗ്ലോബിനിലെ ഹീം എന്ന് പറയുന്ന പാർട്ട്. അപ്പൊ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത്? നമ്മളുടെ അയൺ ഉള്ളത്. ഇനി വേറൊരു കാര്യം, ചില ഹോർമോണുകളും
അതുപോലെ തന്നെ ചില ടിഷ്യൂസും ചില കോശങ്ങൾ, അതായത് ചിലതരം കണക്റ്റീവ് ടിഷ്യൂ. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ. അങ്ങനെ പലതരത്തിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, ഒരേപോലെ എല്ലാ കോശങ്ങളെല്ലാം. അപ്പൊ പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ടെങ്കിൽ ആ ചിലതരം കണക്റ്റീവ് ടിഷ്യൂസിനെയും അതുപോലെ ചിലതരം ഹോർമോണിനെയും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ അയൺ കൂടിയേ തീരൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് എന്താണ്? നമ്മളുടെ ഹീം എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹീമോഗ്ലോബിൻ HBയിലെ ഹീം എന്ന് പറയുന്ന പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് വേണം? അയൺ വേണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അയണിനെ കൊണ്ടുള്ള ഉപകാരം ഹോർമോണും അതുപോലെ ചിലതരം കോശങ്ങളും ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അയൺ വേണം അവിടെ. അതുപോലെ കൂടിയ അളവില്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൂടിയ അളവില് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ പീരീഡ്സ് ഉള്ള ആ ഒരു ഏജിലുള്ള സ്ത്രീക്കും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീക്കും എന്ത് വേണം? കൂടിയ അളവില് അയൺ വേണം. കമ്പയർഡ് ടു ഒരു പുരുഷനേക്കാളും കൂടിയ അളവില് സ്ത്രീകൾക്ക് അയണിന്റെ കണ്ടന്റ് അവളുടെ ശരീരത്തിൽ എല്ലാ ദിവസവും കിട്ടിയിരിക്കണം. ഇനി അടുത്ത ഈ ഹീമോഗ്ലോബിൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ഘടകം നമ്മൾ അയണ പഠിച്ചെങ്കിൽ അടുത്ത വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റമിൻ B12. അപ്പൊ അയൺ മാത്രം പോരാ ഹീമോഗ്ലോബിൻ കറക്റ്റ് ആയിട്ട് വരാൻ ആരും കൂടെ വേണം? വൈറ്റമിൻ B12 വേണം. അതുകൂടാതെ ഫോളിക് ആസിഡ് വേണം. ഇവർ 3 പേരും കൃത്യമായ അളവില് നമ്മളുടെ ശരീരത്തിൽ കിട്ടുമ്പോഴാണ് നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിന് HB ഉണ്ടാവുന്നേ, HB ലെവൽ ഉണ്ടാവുന്നേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വൈറ്റമിൻ B12 എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ശരീരത്തിലെ അരുണ രക്താണുക്കൾ RBC, നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേനും WBC ഇത്ര, RBC ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഈ RBC എന്ന് പറയുന്ന ഈ അരുണ രക്താണുക്കൾ ഉണ്ടാക്കാനായിട്ട് വൈറ്റമിൻ B12, അതായത് HB, ആ ഒരു കണ്ടന്റ് കൂട്ടി ഉണ്ടാവാനായിട്ട് വൈറ്റമിൻ B12ന്റെ പ്രസൻസും കൂടിയേ തീരൂ. അതുപോലെ ഫോളിക് ആസിഡ് നമ്മളുടെ ശരീരത്തിലെ ഈ പറയുന്ന പോലെ ബ്ലഡ് സെൽസ് ഉണ്ടാക്കാൻ, രക്തകോശങ്ങൾ ഉണ്ടാക്കാനും, അതുപോലെ നമ്മളുടെ ശരീരത്തിലെ മെയിൻ ഒരു സാധനമാണ് കോശങ്ങളിനകത്ത് DNA ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ. ഇങ്ങനെ ചുറ്റുകോണി പോലെ ഇരിക്കുന്ന ഒരു സാധനം DNA പഠിച്ചിട്ടുണ്ട്, RNA പഠിച്ചിട്ടുണ്ട്, ജെനറ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ആ DNA എന്ന് പറയുന്ന മെയിൻ സാധനം, ക്രോമോസോം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ആ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് കൂടെ സഹായിക്കുന്നതാണ് ഏത്? ഫോളിക് ആസിഡ്. അപ്പൊ പുതിയ കോശങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ബ്ലഡ് സെൽസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്താണ് പുതിയ കോശങ്ങളിലെ ഫോളിക് ആസിഡ് എന്താണ് DNA ഉണ്ടാക്കാനും ഫോളിക് ആസിഡ് സഹായിക്കും. അത് എന്തിനാ ഈ ഫോളിക് ആസിഡ് എന്നുള്ളത് ആർക്കെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. DNA ഉണ്ടാക്കണമെങ്കിൽ വേറൊരു സാധനം ശരീരത്തിൽ ഉണ്ടാവണം, അതിന്റെ പേര് തൈമിൻ. പക്ഷെ ഈ തൈമിൻ ഉണ്ടാവണമെങ്കിൽ വേറൊരു സാധനം ശരീരത്തിൽ വേണം, THF എന്ന് പറയും, ടെട്രാഹൈഡ്രോഫോളേറ്റ്. ജസ്റ്റ് ഒരു വേണ്ടവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഈ THF വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏത് വേണം? ഫോളിക് ആസിഡ് വേണം. നോക്കിയേ എത്ര പാടുപെട്ടിട്ടാണ് ഒരു DNA ഉണ്ടാവണം നോക്കിയേ. DNA ഉണ്ടാവണമെങ്കിൽ തൈമിൻ വേണം, തൈമിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ THF വേണം, THF വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ എന്ത് വേണം? ഫോളിക് ആസിഡ് വേണം. അന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഓരോ നമ്മളുടെ ശരീരത്തിന് കിട്ടേണ്ട പോഷകങ്ങൾ കൃത്യമായ അളവിൽ ചെന്നില്ലെങ്കിൽ അവിടെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നമുക്ക് മനസ്സിലായല്ലോ. ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ HB മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതിന് എനിക്ക് അനുഭവവും കൂടെ ഉള്ളതാണ്. ഞാൻ പലപ്പോഴും ബ്ലഡ് കൊടുക്കാനുള്ള ആഗ്രഹത്തിൽ പണ്ട് പോയി കൊടുക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേഷൻ ഡേയുടെ അന്ന് നമ്മൾ ബ്ലഡ് കൊടുക്കാൻ ചെല്ലും. ആ പോയാലും വേഗത്തിൽ ഞാൻ തിരിച്ചു വരും, കാരണം എനിക്ക് HB കുറവായിരുന്നു. ഞാൻ എന്ന് RCM അറിഞ്ഞോ ന്യൂട്രിചാർജ് വുമണിനെ മനസ്സിലാക്കിയോ അന്ന് തുടങ്ങി ഞാൻ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചതിന് ശേഷം പിന്നെ വന്ന ബ്ലഡ് ഡൊണേഷൻ ഡേയിൽ ഞാൻ ബ്ലഡ് കൊടുക്കാൻ ചെന്നു. എന്റെ HB കറക്റ്റ് ആയിരുന്നു, എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റി. അല്ല, ബ്ലഡ് ഡൊണേഷൻ ഡേയിലല്ല, വേറൊരു പേഷ്യന്റിന് ആവശ്യം വന്നു, എന്റെ തന്നെ ആന്റിക്ക. അന്ന് ഞാൻ ചെന്ന് ചെക്ക് ചെയ്തപ്പോ അത് അത്യാവശ്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്റെ HB കറക്റ്റ് ആയിരുന്നു. ഞാൻ ആരോടും പറയാണ്ടാ പോയ, നാണക്കേട് എന്നെ എപ്പോഴും കളിയാക്കണമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് ചെന്ന് നോക്കുമ്പോൾ എനിക്ക് HB കറക്റ്റ് ആയിരുന്നു. അപ്പോ എനിക്ക് ബ്ലഡ് കൊടുക്കാനും പറ്റി. ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് എപ്പോഴും. അപ്പോ ഇനി ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പേപ്പറുകളിലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു കേരളത്തിൽ തന്നെ ഒരു സ്റ്റഡി നടന്നേക്കുന്നതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് വിളർച്ചയോ നമുക്ക് ചിന്തിക്കും നമ്മൾ, അതൊക്കെ വല്ല സൊമാലിയയിലോ അല്ലെങ്കിൽ വല്ല നോർത്ത് ഇന്ത്യയില് വല്ല ഗ്രാമങ്ങളിലോ ഒക്കെയാന്നാ. ഇത് നോക്കി ഗവൺമെന്റിന്റെ ഒരു കാര്യം, ഗവൺമെന്റ് ഒരു ആരോഗ്യ പരിപാടി ആരംഭിച്ചതാണ് ഇതിനകത്ത് കാണുന്നത്. വിവാ എന്നാണ് അതിന്റെ പേരിട്ടിരിക്കുന്നത്. വിവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കിയാൽ അറിയാം, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ് ആ ഒരു പരിപാടിയുടെ
പേര്. അതാണ് ചുരുക്ക പേരിൽ വിവ എന്ന പരിപാടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി 2023. അപ്പോ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ ഒരു യോഗമൊക്കെ ചേർന്ന് അപ്പൊ അവരെന്നെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഒരു സർവേയില് അവർക്ക് മനസ്സിലായി 57% പേർക്കും ഏതാണ്ട് 15 വയസ്സ് തുടങ്ങി 49 വയസ്സ് ഏതാണ്ട് ഒരു ആർത്തവം ഉള്ള ഒരു സ്ത്രീകളിൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ തുടങ്ങി ആ സ്ത്രീകളിൽ വരെയുള്ള അതായത് പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും എന്താണ് വിളർച്ചയുണ്ടെന്ന് സർവേയില് പറയാണ്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലല്ല. അപ്പൊ നോക്കിയേ, അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് അനീമിയ വളരെ കൃത്യമായിട്ട് എല്ലാവരിലോട്ടും ഈ ഒരു കാര്യം വിളർച്ച എന്താണെന്നും ഹീമോഗ്ലോബിന്റെ അളവ് കുറയണതാണെന്നും തുടങ്ങി സകല കാര്യങ്ങളും അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കാണ്. അപ്പൊ രോഗലക്ഷണങ്ങൾ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഒരു സ്ത്രീയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ചർമ്മം വിളറിയിരിക്കണ്ടോ, സ്കിന്നൊക്കെ അത്ര ഹെൽത്തി അല്ലേ, നമ്മളത് പഠിച്ചു ഓൾറെഡി അല്ലെ. കൺപോളകളൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ നോക്കൂലോ, ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കും, ചുണ്ട് മോണ നഖമൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ എല്ലാവരും കുറ്റം പറയും നമ്മൾ എപ്പോഴും ക്ഷീണമായിട്ടിരിക്കും, ഒന്നിനൊരു ഉത്സാഹം ഇല്ലാണ്ടിരിക്കണം, എപ്പോഴും തലവേദന തലകറക്കം ഇതൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഇഷ്ടപ്പെടുവോ? പക്ഷെ അവർക്ക് അത് മടിയായിട്ടായിരിക്കില്ല. അവരുടെ മെയിൻ പ്രശ്നം ഒരു പക്ഷേ ഈ HB കുറഞ്ഞതായിരിക്കാം. അപ്പൊ അതിന്റെ രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടു, അപകട സാധ്യതകൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഗവൺമെന്റ് കേരള സർക്കാർ പോലും വളരെ സീരിയസ് ആയിട്ട് എടുത്തേക്കാണ് 57% ആളുകളിലും സ്ത്രീകളിലും ഈ പറയുന്ന വിളർച്ച ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്കൊരു ഒരു ഇന്ത്യയുടെ ഒരു നവോത്ഥാനമാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു നവകേരള നിർമ്മാണമെങ്കിലും നമ്മളുടെ ഉള്ളിൽ ചിന്തിക്കുക. അത് നമ്മളുടെ ടീം വളർന്ന് അതൊരു ഇന്ത്യ മൊത്തം എത്തിക്കഴിയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഒരു എന്നാ പറയുന്ന സ്ത്രീകൾക്ക് വളരെ വേണ്ട രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് മതി. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമുക്ക് മനസ്സിലായെങ്കിൽ അടുത്ത പോയിന്റ് ന്യൂട്രിചാർജ് വുമൺ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ എല്ലുകൾക്ക് ബലം. കാരണം എന്നാ, അതിനകത്ത് ഫ്ലാക്സീഡ് അടങ്ങിയിട്ടുണ്ട്. അത് ബോൺ ലോസ് പ്രിവെന്റ് ചെയ്യുന്ന, എല്ലുകൾ നശിച്ചു പോകുന്ന, അതും നമ്മൾ ബോൺ ആൻഡ് ജോയിന്റ് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഠിക്കും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ എല്ലുകളുടെ കോശങ്ങൾ ഉണ്ടാവുകയല്ല ചെയ്യുന്നത്, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും നശിച്ച് കൂടുതൽ നശിച്ചു പോകും, ഒട്ടും ഉണ്ടാവുകയില്ല, അത്ര ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ കാൽഷ്യം, മഗ്നീഷ്യം ഇതൊക്കെ നമുക്ക് എല്ലുകളുടെ വളർച്ചയ്ക്ക് വേണ്ടതാണ്. വൈറ്റമിൻ D നമുക്കറിയാം. അതുപോലെ വൈറ്റമിൻ കെയും കോപ്പറും നമുക്ക് ഏതിന് വേണം? എല്ലുകളുടെ ഹെൽത്തിന് വേണം. ബോറോൺ വേണം, ഞാൻ ഓൾറെഡി പറഞ്ഞു. പൊട്ടാസ്യം, ഫോസ്ഫറസും വേണം. ഇതെല്ലാം നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ HB കൂടാൻ സഹായിച്ചു, ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചു. ഇനി മസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് ന്യൂട്രിചാർജ് വുമൺ സഹായിക്കുന്നത്? കാരണം ഇതിൽ എന്താ അടങ്ങിയിട്ടുണ്ട്? ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബൊട്ടാനിക്കൽസ് പഠിച്ചപ്പോൾ ആദ്യം വായിച്ചു. കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ എയും സിയും ഇയും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ എയും സിയും ഇയും ഒക്കെ എന്ന് പറഞ്ഞാൽ ആന്റി ഓക്സിഡന്റും കൂടിയാ. ആ വൈറ്റമിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മോശം സാധനമായ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാണ്ടാക്കാനായിട്ട്, അതിനെ നിർവീര്യമാക്കി കളയാനായിട്ട് ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് സാധിക്കും. അപ്പൊ വൈറ്റമിൻ എയും സിയും ഇയും അത് ആന്റി ഓക്സിഡന്റ് ആയിട്ടും കൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ള വൈറ്റമിനുകളാണ്. അതുകൊണ്ട് തന്നെ മസിലിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ് പഠിച്ചു. അടുത്ത പോയിന്റ് ആണ് ഒരു ഉത്സാഹമുള്ള ഒരു എനർജി ലെവലിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു ദിവസം നല്ല രീതിയിൽ ന്യൂട്രിചാർജ് വുമൺ രാവിലെ നമ്മൾ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സമയം വരേക്കും നമുക്ക് നല്ലൊരു എനർജി ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രിചാർജ് വുമണിൽ B കോംപ്ലക്സ് വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നു, മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു, വൈറ്റമിൻ C അടങ്ങിയേക്കുന്നു. അതുപോലെ തന്നെ 2 അമിനോ ആസിഡ്സും ഈ പറയുന്ന എനർജി ലെവലും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മൾ 5 അമിനോ ആസിഡ് കണ്ടു, അതിൽ ഈ 2 അമിനോ ആസിഡ്സും എന്ത് ചെയ്യാനായിട്ട് സഹായിക്കും? നമ്മൾക്ക് എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ C ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ ആ ക്ഷീണവും തളർച്ചയും ഒക്കെ കുറയും. അതുപോലെ തന്നെ നമ്മളുടെ ഫുഡിൽ നിന്ന് നമുക്ക് വേണ്ട എനർജി ആക്കി മാറ്റാനായിട്ട്, ഫുഡ് കഴിക്കണത് എന്തിനാ? നമുക്ക് എനർജി കിട്ടാൻ. ആ എനർജി ആക്കി മാറ്റാനായിട്ട് ഈ B കോംപ്ലക്സ് വൈറ്റമിൻസും മഗ്നീഷ്യവും നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ്
ന്യൂട്രിചാർജ് വുമൺ എന്തിനു സഹായിക്കും എന്ന് പറയുന്നത്, നമുക്ക് നല്ല എനർജി സപ്പോർട്ട് കിട്ടും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശക്തി നിലനിർത്താനായിട്ട് ഈ വൈറ്റമിൻ ഡിക്ക് രോഗപ്രതിരോധ ശക്തിക്ക് നിലനിർത്താനും കൂടെ വേണ്ട ഒരു സാധനമാണ്. നമ്മളുടെ വിചാരത്തിൽ എല്ലിന് മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ അല്ല. അത് നമുക്കറിയാം, ഈ നമ്മളുടെ ശരീരത്തിലോട്ട് വേണ്ടത്ര അളവില് തണുപ്പ് കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയല്ല, ഇപ്പം ബാക്കി സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വെയിൽ കിട്ടാത്തൊരു സമയം വരുമ്പോഴത്തേനും നമുക്ക് അസുഖങ്ങൾ കൂടും. അതുപോലെ തന്നെ നമുക്ക് ഈ പനിയും ജലദോഷം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടി വരും. അപ്പൊ ഇതിന് ഒരു കാരണം വൈറ്റമിൻ ഡിയുടെ കുറവും കൂടിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ആ വൈറ്റമിൻ ഡി കൃത്യമായിട്ട് കിട്ടാണ്ട് വരുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടി വരും. അപ്പൊ നമ്മൾ ഇവിടെ എന്നായാലും നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എടുക്കുമ്പോൾ നമുക്ക് ഒരു മിനിമം അളവിൽ വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നു. വൈറ്റമിൻ സി നമുക്ക് എപ്പോഴും അറിയാം, വൈറ്റമിൻ സി നമ്മൾ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന ഒരു സാധനമാണ്. അത് നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ കൃത്യമായ അളവിൽ അടങ്ങിയിരിക്കുന്നു. സിങ്ക് അതുപോലെ തന്നെ. ഇതുപോലെ നമ്മൾക്ക് ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലും സൈനസിലും ഒക്കെ നമുക്ക് വരുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടല്ലോ, അതായത് കഫക്കെട്ട്, നമ്മൾ പറയില്ലേ മുഖമൊക്കെ ഭയങ്കര വേദനയാന്നൊക്കെ പറയില്ലേ, സൈനസൈറ്റിസ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സിങ്കിന് സാധിക്കും. സിങ്ക് എന്ന് പറയുന്ന മിനറലിന് സാധിക്കും. അതുപോലെ തന്നെ സിങ്കിന്റെ കൂടെ സെലിനിയവും കൂടെ വരുമ്പോൾ തന്നെ നീർക്കെട്ടുകളെയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ വിഷത്തിനെയൊക്കെ ഒന്ന് നിർവീര്യമാക്കാനായിട്ട്, നമ്മുടെ ശരീരത്തിനെ അങ്ങനെ തന്നെ ഒന്ന് ഈ എന്താ പറയുന്ന ഒന്ന് ഹീലാക്കി, അതായത് ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു വേദനയും പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്. പലപ്പോഴും സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ഇന്നിപ്പോ തോളയിലെ വേദനയെങ്കിൽ നാളെ അത് നടുവിനാവും, മറ്റത് കാലിനാവും, അല്ലെ, മസിലിന് വേദനയാവും. ഈ ജാതി നീർക്കെട്ടുകൾ നമുക്കറിയാം, അത് നീർക്കെട്ടാണെന്നറിയാം, അവിടെ ഇവിടെ ഉരുണ്ടുകൂടിയിരിക്കുന്ന നീർക്കെട്ടുകളൊക്കെ. ആ നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സിങ്കും സെലിനിയവും ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ന്യൂട്രിചാർജ് വുമൺ കഴിച്ചേച്ച് ഒരു 10 ദിവസത്തേക്ക് ന്യൂട്രിചാർജ് വുമൺ കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വിഷമം നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മേൽ ആ സകലം വീണ്ടും ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതായത് കൃത്യമായ അളവിൽ നമ്മളുടെ ശരീരത്തിലോട്ട് നമ്മൾ പോഷകങ്ങൾ കൊടുക്കണില്ല. അതുകൊണ്ട് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ വേദനകളൊക്കെ എവിടെ പോയെന്ന് അറിയില്ല, അല്ലെ? ആ പഴയ വേദനകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മള്. അപ്പൊ അതുപോലെ നമുക്ക് ഈ വേദനകളുള്ള എല്ലാവരിലോട്ടും ഇത് എത്തിക്കാൻ പറ്റും. വലിയ സന്തോഷമാവും എല്ലാവർക്കും ഈ വേദനകൾ മാറിയാൽ തന്നെ. ദെൻ കോപ്പർ എന്തിനാ? നമ്മുടെ ശരീരത്തിൽ കയറുന്ന അണുക്കളെ കൊല്ലാനായിട്ടും ഈ കോപ്പറിന് ഒരു പരിധി വരെ കഴിവുണ്ട്. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു ഹാർട്ടിന്റെ ഹെൽത്തിനെ സഹായിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം ഗ്രീൻ ടീ എക്സ്ട്രാക്ട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊളസ്ട്രോളിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. വൈറ്റമിൻ B12 ഫോളിക് ആസിഡും ഇതും നമ്മൾ കണ്ടതാണ്. അതും ഹാർട്ടിന്റെ പ്രശ്നങ്ങളെ, ഹാർട്ടിന് വരുന്ന അസുഖങ്ങളെ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ആ റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കും. കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്ന് പറയുന്ന മിനറലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു. അതെന്താ, ഹാർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനും ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സഹായിക്കും. നോക്കി എത്ര രസമാണ് നോക്കി. ഒരു ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് രാവിലെ എടുത്തൊന്ന് കഴിച്ച് കുറച്ച് 200 ml വെള്ളവും കുടിക്കുക, അതിനുശേഷം കുറച്ച് നല്ല രീതിയിൽ വെള്ളവും കുടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോയാലത്തെ കാര്യമാണ് ഇത്രയേറെ ഗുണങ്ങൾ. പൊട്ടാസ്യം ഹാർട്ട് ബീറ്റ് കറക്റ്റ് ആക്കി വെക്കാനായിട്ട് സഹായിക്കും. സിങ്കും നിയാസിനും അതുപോലെ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ ലെവൽ കറക്റ്റ് ആക്കി, ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ പോയിട്ട് കൊളസ്ട്രോൾ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആയിട്ട് നമ്മൾ കാണും. ഈ ന്യൂട്രിചാർജ് വുമണൊക്കെ ഒന്ന് എടുത്ത് നോക്കുക കൃത്യമായിട്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് എന്തുകൊണ്ടാണ് ന്യൂട്രിചാർജ് വുമൺ എങ്ങനെയാ സഹായിക്കണേ? കാരണം ഇതിനകത്ത് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്, ക്രോമിയം അടങ്ങിയിട്ടുണ്ട്. ഈ ക്രോമിയം എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിന്റെ ആക്ടിവിറ്റി കൂട്ടി കൊടുക്കും. പലപ്പോഴും നമുക്കറിയാലോ, ഇൻസുലിൻ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലോട്ട് പോയിട്ട് നമുക്ക് ഡയബറ്റീസിലോട്ട് പോകണം, അല്ലെങ്കിൽ ഷുഗർ പിടിക്കണ ഒരു പരിപാടിയിലോട്ട് വരാറുണ്ട്. പക്ഷെ ഇവിടെ ക്രോമിയം എന്ന് പറയുന്ന മിനറൽ കൃത്യമായിട്ട് ചെല്ലുമ്പോഴത്തേനും ഇൻസുലിനെ വെറുതെ ഇരുത്തില്ല, അവനെ ആക്റ്റീവ് ആക്കി ഇരുത്താനായിട്ട് സഹായിക്കും. അതുപോലെ സിങ്കും ഇതുപോലെ തന്നെയാണ്, ഇൻസുലിൻ സ്റ്റോർ ചെയ്ത് വെക്കാനും അതുപോലെ ഇൻസുലിൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ സിങ്ക് ആവശ്യമാണ്. അപ്പൊ സിങ്ക് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ A, C, E ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ, ഷുഗർ വന്നിട്ട് അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ റിസ്കുകളൊക്കെ നമുക്കറിയാം, ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ കേട്ടേക്കണതാ. ആ കോംപ്ലിക്കേഷൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് സഹായിക്കും. മഗ്നീഷ്യം നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ആന്റി ഓക്സിഡന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ഉപാപചയ പ്രവർത്തനം മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ദോഷം സാധനങ്ങളുണ്ട്, ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കും. ആ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കി കളയാനായിട്ട് നമ്മളുടെ ഫുഡിൽ കൂടെ കിട്ടേണ്ട സാധനമാണ് ആന്റി ഓക്സിഡന്റ്. പലപ്പോഴും നമ്മൾ ഫുഡ് കൃത്യമായിട്ടുള്ള അളവിൽ എടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നല്ല പോഷകമുള്ള ഫുഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ കിട്ടേണ്ട ആന്റി ഓക്സിഡന്റ് കിട്ടാണ്ടാവുന്നത് വഴി നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഈവൺ ക്യാൻസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അകാല വാർദ്ധക്യം ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, അങ്ങനത്തെ
ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എല്ലാത്തിലോട്ടും നമ്മൾ എത്തിപ്പെടും. അപ്പോൾ ആന്റി ഓക്സിഡന്റ് കൃത്യമായ അളവിൽ നമുക്ക് ചെല്ലേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് അത്യന്താപേക്ഷിത. കാരണം നമ്മളെ സംബന്ധിച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതായത് പ്രകൃതിയിൽ തന്നെ വളരെയേറെ പൊല്യൂട്ടഡ് ആണ്, മലിനമാണ്. അപ്പൊ അവിടെ തുടങ്ങി പെയിന്റ് തുടങ്ങി എല്ലാ സാധനവും, നമ്മളുടെ സ്ട്രെസ്, നമ്മളുടെ ഉത്കണ്ഠ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന ഫ്രീ റാഡിക്കലിന്റെ എണ്ണം കൂട്ടും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഈ ആന്റി ഓക്സിഡന്റ് കൃത്യമായിട്ട് അളവിൽ ഉള്ളത് കൊണ്ട്, ന്യൂട്രിചാർജ് ഉമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ ഈ വേണ്ടാത്ത ഫ്രീ റാഡിക്കലിനെ നിർവീര്യമാക്കാനായിട്ട് സഹായിക്കും. ഏതൊക്കെയാണത്? ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ലൂട്ടിൻ, ലൈക്കോപ്പിൻ, പിന്നെ 13 ഫ്രൂട്ടുകളുടെ ആ ഒരു മിക്സ്ഡ് ഫ്രൂട്ട്, ആ ഒരു ബ്ലെൻഡ്, പിന്നെ വൈറ്റമിൻ എ, സി, ഇ, സെലിനിയം, കോപ്പർ, സിങ്ക്, ഇതെല്ലാം ആരാണ്? നല്ല നല്ല ആന്റി ഓക്സിഡൻസ് ആണ്. ആയിരക്കണക്കിന് ആന്റി ഓക്സിഡൻസ് നമ്മൾക്ക് ഈ ഭൂമിയിലുണ്ട്. അതിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഈ ആന്റി ഓക്സിഡൻസ് എല്ലാം നമ്മളൊരു ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് ദിവസവും എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ സപ്പോർട്ടിന്, നമ്മളുടെ തലച്ചോറ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് വേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. വൈറ്റമിൻ B12 നമ്മുടെ ഓർമ്മശക്തി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് നിർത്താനായിട്ട്, വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, ഫോളിക് ആസിഡ്, തൈമിൻ, ഇതൊക്കെ വേണമെന്ന് നമുക്ക് അറിയാവോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒക്കെ ബ്രെയിൻ ഹെൽത്തിന് പോലും വേണമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചിലപ്പോ നമ്മൾ ചിന്തിക്കാത്തൊരു വിഷയമായിരിക്കും. നമ്മൾ ആകെ എല്ലെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. വൈറ്റമിൻ ഡി ഇപ്പൊ എത്ര കാര്യത്തിൽ കണ്ടു. നമ്മളെ എല്ലിന്റെ ഹെൽത്തിന് കണ്ടു, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണമെന്നുള്ളത് കണ്ടു, ഇപ്പൊ ബ്രെയിൻ സപ്പോർട്ടിന് വേണമെന്നുള്ളത് കണ്ടു. നോക്കിയേ, അപ്പൊ ഈ ഓരോ തരം വൈറ്റമിൻസും കൃത്യമായ അളവിൽ നമ്മൾ ദിവസവും ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അതുപോലെ സ്കിന്നിന്റെ ഹെൽത്തിന്, അത് നമുക്കറിയാം, സ്കിന്നിന്റെ ഹെൽത്ത് പലപ്പോഴും ന്യൂട്രിചാർജ് വുമൺ കണ്ടിന്യൂസ് എടുക്കുമ്പോഴത്തേനും നമ്മളുടെ ആ ഒരു പ്രായമാകുന്ന ആ ഒരു അവസ്ഥ പെട്ടെന്നാവുന്നതിന് തടയുന്നുണ്ട്. പലപ്പോഴും ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്താ കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ മേക്കപ്പ് ഇടുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെ കൃത്യമായിട്ട് RCM പ്രവർത്തകരോട്, അല്ലെങ്കിൽ RCMന്റെ ആ ജീവിതശൈലി ഫോളോ ചെയ്യുന്നവരോട്. അപ്പൊ സ്കിൻ ഹെൽത്തിനെ പറ്റി ഞാൻ ഒത്തിരി അധികം പറയേണ്ടതില്ല എന്ന് തന്നെ എനിക്കറിയാം. അപ്പോൾ ഈവനിങ് പ്രൈം റോസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ, അത് സ്കിൻ ഹെൽത്തിന് സഹായിക്കും. അതുപോലെ സഹായിക്കുന്ന മറ്റു ഘടകങ്ങളാണ് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, ചണത്തിന്റെ ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, ലൂട്ടിൻ, ലൈക്കോപ്പിൻ, 13 തരം ആ ഫ്രൂട്ടുകള്, വൈറ്റമിൻ എ, സി, ഇ, ഇതെല്ലാം ഇതൊക്കെ നമുക്കറിയാം. വൈറ്റമിൻ എ, സി ഒക്കെ നോക്കിയ UV അൾട്രാവയലറ്റ് രശ്മികൾ നമ്മളുടെ സൂര്യനിൽ നിന്ന് വരുന്നത് പഴയ കാലത്തെക്കാളും കൂടുതലായി. അപ്പൊ അത് എന്ത് പറ്റും? സ്കിന്നിന് ദോഷം ഉണ്ടാക്കും. പക്ഷെ അതിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ, അങ്ങനെയുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് പോലും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഈ വൈറ്റമിൻസ് കൂടെ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, നല്ലൊരു ആരോഗ്യമുള്ള ചർമ്മം നിലനിർത്താനായിട്ട് സഹായിക്കും. ഒപ്പം തന്നെ പലർക്കും മുടി കൊഴിച്ചിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അത് എന്തെങ്കിലും വൈറ്റമിൻസിന്റെയോ മിനറൽസിന്റെയോ കുറവ് കൊണ്ടാണ് അവരുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ അവരുടെ മുടി കൊഴിച്ചിൽ വരുന്നതെങ്കിൽ ന്യൂട്രിചാർജ് വുമൺ ഒരു 3 മാസം എടുക്കുമ്പോഴത്തേനും അത് പൂർണ്ണമായിട്ടും നിലച്ചിട്ടുണ്ടാവും. ഏതാണ്ട് ഒരു 15 ദിവസവും 1 മാസത്തിനുള്ളിൽ നമുക്ക് മുടി കൊഴിയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് അവനോന് തന്നെ മനസ്സിലാവും. അത് കുറഞ്ഞു വന്നതായിട്ട് മനസ്സിലാവും. ഇതൊക്കെ നമുക്ക് ഈസിലി മനസ്സിലാവാവുന്ന ഒരു കാര്യമാണ്. ന്യൂട്രിചാർജ് വുമൺ എടുക്കുമ്പോൾ നമുക്ക് ഈസിലി മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളുടെ എനർജി ലെവൽ കൂടുന്നത്, മുടി കൊഴിച്ചിൽ കുറയണത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ പീരീഡ്സ് ആകുമ്പോൾ വേദന ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടുകൾ, നമ്മൾ അനുഭവിച്ച് പെട്ടെന്ന് അറിയുന്ന റിസൾട്ടുകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹെയറിന് ഇത് ഹെൽത്ത് കൊടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് ബയോട്ടിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ഉണ്ട്, സിങ്ക് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, അയേൺ ഉണ്ട്. ഇതൊക്കെ നോക്കി, അയണിന്റെ അടുത്തൊരു ഫംഗ്ഷൻ നോക്കി, ഹെയർ ലോസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? അയൺ വേണം. നമ്മുടെ ഇവിടെ HB കുറഞ്ഞിരുന്ന, അയ്യോ എന്റെ മുടി മുഴുവൻ കൊഴിയുവാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കൃത്യമായ അളവിൽ 21 mg അയണാണ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടാൻ പാകത്തിന് ന്യൂട്രിചാർജ് വുമൺ ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടാബ്ലറ്റിൽ അടങ്ങിയേക്കുന്നത്. അതുപോലെ നല്ല നെയിൽ പോളിഷ് ഉണ്ട് കീസോളിന്റെ. പക്ഷെ എന്നാ കാര്യം? നമ്മുടെ നഖം മുഴുവൻ കുത്തു പിടിച്ചിട്ട് ഇരിക്കുന്ന സാധനമാണ്. ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നെയിൽ പോളിഷിന്റെ ഭംഗിയും കൂടെ കളയും. ശരിയല്ലേ? അപ്പോ നെയിൽ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ നമുക്ക് അറിയാം എന്തൊക്കെ വേണം. കാൽഷ്യം വേണം, അതുപോലെ അയൺ വേണം, വൈറ്റമിൻ എ വേണം, സി വേണം, ബയോട്ടിൻ വേണം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുതിയ ജനറേഷനോട് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്: നിങ്ങളുടെ സ്കിൻ നന്നായിട്ടിരിക്കും, നിങ്ങളുടെ ഹെയർ നന്നായിട്ടിരിക്കും, നിങ്ങളുടെ നെയിൽ നന്നായിട്ടിരിക്കും, നിങ്ങൾക്ക് പീരീഡ്സ് ആകുമ്പോൾ വേദനിക്കില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മള് ഈ പുതിയ ജനറേഷനും നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിനെ 2 കൈ നീട്ടി സ്വീകരിക്കും. അവരെ സംബന്ധിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴല്ലേ വരുള്ളൂ, അവരതിപ്പോ മനസ്സിലാക്കില്ല. ദെൻ ഐ ഹെൽത്ത്. അപ്പൊ കണ്ണിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറയുന്ന നല്ലൊരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഈ ന്യൂട്രിചാർജ് വുമണിലും ലൂട്ടിൻ അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ന്യൂട്രിചാർജ് വ്യൂവിൽ അടങ്ങിയേക്കുന്ന ലൂട്ടിനും സിയാസാന്തിനുമാണ്. അതിൽ ലൂട്ടിൻ ഒരു ചെറിയ അളവില് നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിലും അടങ്ങിയിട്ടുണ്ട്. ദെൻ കൂടുതൽ
എന്താ പറയുന്ന മൊബൈല് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ TV കാണുന്നവര് എങ്ങനെയൊക്കെ ഉള്ളവര് എന്തും കൂടെ ന്യൂട്രിചാർജ് വ്യൂവും കൂടെ, അതായത് പ്രായമുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ എന്തായാലും ന്യൂട്രിചാർജ് വ്യൂവും കൂടെ എടുക്കുമ്പോഴാണ് ആ ഫുൾ ആ ഇമ്പാക്ട് കിട്ടുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ട ചെറിയ അളവിൽ ലൂട്ടിൻ നമ്മളെ ന്യൂട്രിചാർജ് ഉമണിലും അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ കണ്ണിന്റെ ഹെൽത്തിന് സഹായിക്കുന്നതാണ് ഫ്രൂട്ട്സ്, ആ 13 തരം ഫ്രൂട്ട്സിൽ നിന്നുള്ള എസെൻസുകൾ, അതുപോലെ വൈറ്റമിൻ A, C, E ഇതൊക്കെ നമുക്ക് കണ്ണിനകത്തും ഉണ്ടാകുന്ന ഈ പറയുന്ന ഫ്രീ റാഡിക്കലുകൾ അതുമൂലം കണ്ണിനകത്ത കോശങ്ങൾ നശിച്ചു പോകണം, മാക്കിലൊക്കെ നശിച്ചു പോണതിനൊക്കെ തടയാനായിട്ട് സഹായിക്കും. ദെൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾക്ക് പീരീഡ്സ് ആവുന്നതിന് മുന്നുള്ള പ്രശ്നം, പീരീഡ്സിന്റെ സമയത്തുള്ള വയറുവേദന, PCOD, പലർക്കും ഗർഭാശയത്തില് യൂട്രസിലോ ഓവറിയിലോ ഒക്കെ ചെറിയ ചെറിയ മുഴകളോ സിസ്റ്റുകളോ ഒക്കെ ഉണ്ടാവുന്നു. പീരീഡ്സ് റെഗുലർ അല്ല, ഇനി വന്നാൽ തന്നെ ഭയങ്കര വേദന, അന്നത്തെ ദിവസം കിടക്കേന്ന് എഴുന്നേക്കാൻ പറ്റില്ല, ഭയങ്കര ഛർദി, വയറുവേദന, നടുവേദന പ്രശ്നങ്ങൾ. ഇനി പീരീഡ്സ് നിൽക്കുന്ന പ്രായമായിട്ടുള്ളവർക്ക്, മെനോപ്പസ് സ്റ്റേജിലുള്ളവർക്ക് ഭയങ്കര വേർപ്പ്, ആകപ്പാടെ പിരിമുറുക്കം, ദേഷ്യം, അരിശം എല്ലാം കൂടെ വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. ഇതിനെ എല്ലാം ഇല്ലാണ്ടാക്കാനായിട്ട് ആര് സഹായിക്കും? നമ്മുടെ ന്യൂട്രിചാർജ് ഉമണിനകത്ത് അടങ്ങിയേക്കുന്ന ഈവനിങ് പ്രൈം റോസും സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്റ്റും ഉള്ളത് കൊണ്ട് സഹായിക്കും. ഇത് നമ്മൾ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് മാറും. അപ്പൊ നിങ്ങളുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം ഇത് പുരുഷന്മാരെ കേൾക്കണമെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്ന പുരുഷന്മാരുണ്ടാവും, അമ്മയെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സഹോദരിയെ സ്നേഹിക്കുന്ന സഹോദരനുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ആർക്കൊക്കെ ഈ ഒരു നന്മ എത്തിക്കണോ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള വലിയൊരു ഉപകാരമുള്ള ഒരു സന്തത സഹചാരിയായിട്ട് കൊണ്ട് നടത്താവുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ന്യൂട്രിചാർജ് വുമൺ. അത് ഈ ഇരിക്കുന്ന എനിക്കറിയാം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അനുഭവം ഉള്ളതായിരിക്കും. അപ്പൊ ഇനി കുറച്ച് നമ്മളോട് ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ്, ഒരു 2 മിനിറ്റും കൊണ്ട് അത് ഞാൻ തീർത്തേക്കാം. ഇത് ആരാ കഴിക്കണ്ടേ? അതായത് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് പീരീഡ്സ് നിൽക്കുന്ന ഏജ് വരെയുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാം. ഇനി പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമുള്ളവരാണെങ്കിൽ അവരിൽ അനീമിയ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് HB കുറവാണെന്നെങ്കിൽ ഒരു 3 മാസത്തേക്ക് അത് കഴിക്കുക. അതിനുശേഷം ന്യൂട്രിചാർജ് മെൻ അവരെടുത്താൽ മതി. കാരണം പിന്നീട് അയണിന്റെ അളവ് 21 mg അവർക്ക് വേണ്ട. അതുകൊണ്ട് ന്യൂട്രിചാർജ് മെൻ, ബാക്കി എല്ലാ പോഷകങ്ങളും അത്രയും ചെന്നാൽ മതി. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പീരീഡ്സ് നിന്ന ആൾക്കാര് മൂവ് ചെയ്യാം. ദെൻ ന്യൂട്രിചാർജ് വുമൺ നമുക്ക് എല്ലാവർക്കും കഴിക്കാമോ? ഇത് ഫുഡ് റെഗുലേറ്ററി ബോഡി ഓഫ് ഇന്ത്യ FSSAI ഇത് അപ്രൂവ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ദെൻ അല്ലാതെ നമ്മൾ RCM പറഞ്ഞു അല്ലെങ്കിൽ ന്യൂട്രിചാർജിന്റെ ആളുകൾ പറഞ്ഞു എന്നുള്ളതല്ല, അതിലുപരി ഒരു ഗവൺമെന്റ് ബോഡി തന്നെ പറഞ്ഞേക്കുന്നതാണ്. ആണുങ്ങൾക്ക് ഇത് കഴിക്കണോ? വേണ്ട. കാരണം 21 mg അയൺ അവരിൽ ചെല്ലണ്ട. അത് ചെന്ന് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആവശ്യത്തിൽ കൂടുതൽ അധികമായ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ആവശ്യമില്ല അവർക്ക് അത്ര അയൺ അവർക്ക് ചെല്ലണ്ട. അതുകൊണ്ട് അവരത് കഴിക്കണ്ട. ഇനി അത് മാത്രമല്ല, ന്യൂട്രിചാർജ് മെന്നിൽ സിങ്ക് കൂടുതൽ, അതാണ് അവർക്ക് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് അവർ ന്യൂട്രിചാർജ് മെൻ കഴിക്കട്ടെ. ദെൻ ഹൈപ്പോതൈറോയ്ഡ് ഉള്ള പേഷ്യന്റിന്, അതായത് ഈ തൈറോയ്ഡ് ഹൈപ്പോതൈറോയ്ഡ്, ഈ വലിയ വണ്ണമൊക്കെ വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഹൈപ്പോതൈറോയ്ഡ് ഉള്ള പേഷ്യന്റിന് ഇത് കഴിക്കാമോ? കഴിക്കാം, ഒരു കുഴപ്പമില്ല. ദെൻ അതെങ്ങനെയാ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡിന്റെ മെഡിസിൻ എടുത്തിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കഴിക്കുക. അതുപോലെ പ്രഗ്നന്റ് വുമണിന് കഴിക്കാമോ? ഈ 21 mg അവർ നിർബന്ധമായിട്ടും കഴിക്കണം. കാരണം 27 mg അയണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ദിവസം ചെല്ലണം. അതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഗൈഡ് ലൈനിൽ പറയണത്. അപ്പോൾ നമ്മളുടെ ന്യൂട്രിചാർജ് വുമണിൽ നിന്ന് 21 mg കിട്ടുന്നുണ്ട്, ബാക്കി 7 mg എങ്കിലും ആ ഫുഡിൽ നിന്ന് കഴിക്കും. അത് തന്നെ കിട്ടുമോ എനിക്ക് അറിയത്തില്ല. കാരണം പലതും ഛർദ്ദിച്ചും അല്ലെങ്കിൽ വേണ്ട ഫുഡ് വേണ്ടാത്ത ഫുഡ് അല്ലെങ്കിൽ അതിഷ്ടം ഇതിഷ്ടം ഒക്കെ ഉള്ള പ്രശ്നമാണ്. അപ്പോൾ നമുക്കൊരു മേജർ പോർഷൻ 27 mg 21 mg നമുക്ക് ഏതിൽ നിന്ന് കിട്ടും? ന്യൂട്രിചാർജ് വുമണിൽ നിന്ന് പ്രഗ്നൻസി സ്റ്റേജിൽ ഇരിക്കുന്ന ആ ലേഡിക്ക് കിട്ടും. ദെൻ ഈ ഫ്രൂട്ട് ബ്ലെൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും റിയൽ ഫ്രൂട്ട് ആണോ അതായത് സിന്തറ്റിക് ആണോ? ചുമ്മാ ഈ കളറൊക്കെ ചേർക്കണ പോലെ തന്നെ ഇതിന്റെയൊക്കെ ഫ്ലേവർ ഒക്കെ ആഡ് ചെയ്ത് വെക്കണേണോ? ആൾക്കാർ ചോദിക്കും ഉറപ്പായിട്ടും. അപ്പൊ പറയണ അല്ല, ഇത് റിയൽ ഫ്രൂട്ട്സിൽ നിന്ന്, 13 റിയൽ ഫ്രൂട്ട്സിൽ നിന്നുള്ള ബ്ലെൻഡായത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി എന്തുകൊണ്ടാണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ഇതിനകത്ത് ചേർത്തത്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലോട്ട് ആഗിരണം ചെയ്യപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അയണിന്റെ ഫോം ആയതുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഒരു കണ്ടന്റ് അതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രോട്ടീൻ കണ്ടു എന്ന് പറയണ്ടല്ലോ, അതായത് അമിനോ ആസിഡ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നായിരിക്കും? അപ്പൊ ആൾക്കാർ അടുത്ത ചോദ്യമായിരിക്കും. അപ്പൊ പറയണ എന്താണ്? നമ്മൾ
ഇതിനകത്ത് ഫ്രൂട്ട്സിന്റെ ബ്ലെൻഡ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അമിനോ ആസിഡ്സ് അത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറയണം. ഇനി ന്യൂട്രിചാർജ് നമ്മൾ എത്ര നാൾ കഴിക്കാം? 1 മാസമാണോ 3 മാസമാണോ? അപ്പൊ നമ്മൾ അവരോട് തിരിച്ചു പറയേണ്ടതാണ്, ഇത് ഓരോ ദിവസവും, ഞാനത് എല്ലാ സ്ലൈഡിലും പ്രത്യേകം പറയുന്നത്, ഓരോ ദിവസവും നമുക്ക് വേണ്ട കൃത്യമായ ഒരു ബേസിക് ലെവലിലുള്ള അളവിൽ വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഇതിനകത്ത് അടങ്ങിയേക്കുന്നത്. അപ്പോൾ എത്ര നാള് നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടിരിക്കണോ അത്രയും നാള് കഴിക്കാം. അപ്പൊ ഇതെന്റെ ആഗ്രഹമായിട്ട് ഇരിക്കരുത്, ഞാൻ ന്യൂട്രിചാർജ് വുമൺ എല്ലാ ദിവസവും കഴിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിട്ട് ഇരിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കഴിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിട്ട് ഇരിക്കരുത്. എന്താ വേണ്ടത്? വെറും ആഗ്രഹം ആവരുത്, നമ്മൾ അത് പ്രവൃത്തിയിലോട്ട് എത്തട്ടെ. നമ്മൾ കഴിക്കുക, നമ്മൾ മറ്റുള്ളവർക്കും കഴിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത് കേൾക്കുന്ന പുരുഷന്മാര് മറ്റ് എല്ലാവരിലോട്ടും, അവരവരുടെ വീടുകളിലോട്ടും മറ്റുള്ള എല്ലാവരിലോട്ടും ഇത് എത്തിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് RCM-ലൂടെ നല്ലൊരു ജീവിത രീതി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതിന്റെ വിലയും കാര്യങ്ങളും നിങ്ങൾ നോക്കിയിട്ട് അത് ഒരു ദിവസം ഇത്രയും പോഷകങ്ങളുള്ള ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റിന് ഒരു ദിവസം എത്ര രൂപ ഞാൻ മുടക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഡിവൈഡ് ചെയ്യേ, ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടണേന്ന് നോക്കിയിട്ട് അതൊന്ന് 30 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. ഒരു ചായ കുടിക്കാൻ ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചായക്ക് പല സ്ഥലങ്ങളിലും ചിലടത്ത് 10 ആയിരിക്കും, ചിലടത്ത് 20 രൂപ കൊടുക്കണം. അപ്പോ നിങ്ങൾ അതൊക്കെ മുടക്കാനായിട്ട് ഒരു മടിയില്ല. പക്ഷെ ഇത്രയേറെ പോഷകങ്ങൾ അടങ്ങിയ ഈ ഒരു ന്യൂട്രിചാർജ് വുമണിനെ നമ്മളുടെ കളിക്കൂട്ടുകാരിയായിട്ട്, നമ്മളുടെ സന്തത സഹചാരിയായിട്ട്, എന്നിൽ എല്ലാ ദിവസവും ഇത് അലിഞ്ഞു ചേരുന്ന ഒരു നല്ലൊരു പോഷകമുള്ള, എന്നെ വളർത്തുന്ന, അല്ലെങ്കിൽ എനിക്ക് ആയുസ്സും ആരോഗ്യം തരാൻ എന്നെ ഒപ്പം സഹായിക്കുന്ന എന്റെ ഒരു വെൽവിഷർ ആയിട്ടുള്ള എന്റെ ന്യൂട്രിചാർജ് വുമണിനെ ചേർത്ത് നിർത്താൻ ഞാൻ എന്തിന് ഈ കാശ് നോക്കണം? താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും ഇത്രയും നന്നായിട്ട് എല്ലാവരും ക്ലാസ്സിൽ ഈ ഒരു പ്രസന്റേഷൻ കേട്ടിരുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു. ജയ് RCM, ഗുഡ് RCM.